സ്റ്റാർട്ട് ചെയ്യാം. എടാ സൗണ്ട് ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ. ഓ, ITCയുടെ ചാപ്റ്റർ നോക്കിയോ നിങ്ങള്? ITCയുടെ ചാപ്റ്റർ നോക്കിയോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്, ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ITCയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം ആദ്യം. ഓക്കെ, ITCയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാല് ഞാൻ മുമ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ ഫോട്ടോ എടുത്തതായിരുന്നു. ഇതെന്തായി ഞാൻ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾക്ക് എന്തായാലും അയച്ചു തരാം കേട്ടോ. ഓൾറെഡി വാല്യൂസ് അപ്ലോഡ് ചെയ്തു. പിന്നെ അത് നമ്മൾ രാവിലെ നോക്കി ഇതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പെൻഡിങ് ഉണ്ട്, അയച്ചാൽ വേണ്ടി ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ITCയുടെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കിപ്പം ITCയുടെ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന്, നമുക്ക് ഫസ്റ്റത്തെ ഫുൾ ഫ്ലെഡ്ജ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ ITC ഉണ്ടാവും, അതായത് ഇൻവാർഡ് സപ്ലൈസ് ഉണ്ടാവും. നമ്മൾ ഇൻപുട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. രണ്ടാമത് ITCയുടെ മാത്രം സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, എലിജിബിൾ ITC കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി. ഒരു ബിസിനസിന്റെ എലിജിബിൾ ITC എത്ര എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ABC ലിമിറ്റഡ്, Chennai is engaged in manufacturing of electrical goods. The following are the details available regarding various expenses incurred in the month of August. In the month of August 2017 കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓഗസ്റ്റ് 2017 എന്നുള്ളത് റൗണ്ട് ചെയ്തിട്ട് വെക്കണം. കാരണം നമ്മൾ ഓഗസ്റ്റ് മാസത്തെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാൻ വേണ്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫസ്റ്റ് നോക്കി, പർച്ചേസ്ഡ് മെഷീനറി ടു ബി യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് പ്രോസസ്, ഇൻപുട്ട് എലിജിബിൾ ആണോ അല്ലയോ? പർച്ചേസ്ഡ് മെഷീനറി ടു ബി യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് പ്രോസസ്, ഇൻപുട്ട് എലിജിബിൾ ആണോ ഇല്ലയോ? എടാ ഉത്തരം പോരട്ടെ, ഉത്തരം പോരട്ടെ. ഇൻപുട്ട് എലിജിബിൾ ആണോ ഇല്ലയോ? ഇൻപുട്ട് എലിജിബിൾ ആണോ? ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സ് ആയതുകൊണ്ട് ഇൻപുട്ട് എലിജിബിൾ അല്ല നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ക്യാപിറ്റൽ ഗുഡ്സിന്റെ മുകളിൽ ഇൻപുട്ട് എലിജിബിൾ അല്ല നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ എന്താ പഠിച്ചത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എലിജിബിൾ ഓൺ ഇൻപുട്ട് കോമ ഇൻപുട്ട് സർവീസ് കോമ ക്യാപിറ്റൽ ഗുഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഓർ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് എന്നല്ലേ? ബിസിനസിന് ആ പർപ്പസിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചതിന് മുകളിൽ ക്യാപിറ്റൽ ഗുഡ്സിന്റെ മുകളിൽ ITC എലിജിബിൾ ആണല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് എന്താ? ഈ സാധനം 17(5) പ്രകാരം ബ്ലോക്ക് ക്രെഡിറ്റിൽ ഉണ്ടോ നോക്കുക. ഈ ക്യാപിറ്റൽ ഗുഡ്സ് പ്ലാന്റ് മെഷീനറി എന്നുള്ളത് എവിടെയെങ്കിലും ബ്ലോക്ക് ക്രെഡിറ്റിൽ കവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ 2 lakh എന്താണ്? ITC എലിജിബിൾ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇത് എന്താ ആൻസർ എങ്ങനെ എഴുതുക? ആദ്യം നമ്മൾ ഹെഡിങ് എഴുതുക, കമ്പ്യൂട്ടേഷൻ ഓഫ് എലിജിബിൾ ITC ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഫസ്റ്റ് എഴുതുക, പർച്ചേസ്ഡ് മെഷീനറി 2 lakh പർട്ടിക്കുലർ എമൗണ്ട്. ഫസ്റ്റത്തിൽ പർച്ചേസ്ഡ് മെഷീനറി എഴുതുക, എമൗണ്ടിൽ 2,20,000. അവിടെ നമ്മൾ പോയിന്റ് പ്രൊവിഷൻ എന്താണെന്ന് എഴുതി കൊടുക്കുക. Input tax credit is eligible on input, comma input service, comma capital goods, and the plant and machinery is not covered in block credit, hence ITC is eligible. Clear ആണോ? രണ്ടാമത്തെ പോയിന്റ്, purchased raw material for use in manufacturing purpose. മാനുഫാക്ചറിംഗ് ഉപയോഗിക്കാൻ വേണ്ടി റോ മെറ്റീരിയൽ വാങ്ങി, പറയൂ ITC എലിജിബിൾ ആണല്ലോ? ITC എലിജിബിൾ. കാരണം ഇൻപുട്ട് എലിജിബിൾ ഓൺ ഇൻപുട്ട്, ITC എലിജിബിൾ ഓൺ ഇൻപുട്ട് കോമ ഇൻപുട്ട് സർവീസ് കോമ ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അപ്പൊ അതിന് നമ്മൾ ITC എലിജിബിൾ ആണ്. അടുത്തത്, സിമെന്റ് ആൻഡ് സ്റ്റീൽ പർച്ചേസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി. കൺസ്ട്രക്ഷൻ ഓഫ് ഫാക്ടറി ITC എലിജിബിൾ ആണോ? ITC എലിജിബിൾ ആണോ? ITC എലിജിബിൾ ആണോ? ബ്ലോക്ക് ക്രെഡിറ്റിൽ വരുമോ? എലിജിബിൾ ആണോ? എടാ പറ, ITC എലിജിബിൾ ആണോ? എടാ നിങ്ങൾ ആൻസർ ചെയ്യട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ, അതാ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് മണ്ടത്തരാണെന്ന് നിങ്ങൾ പറയണം. നിങ്ങളെ മൈൻഡിലുള്ള മണ്ടത്തരം പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് കറക്റ്റ് ആണല്ലോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇവിടെ ITC എലിജിബിൾ ആണോ? അല്ല. എന്തുകൊണ്ടല്ല?
ആസ് പെർ സെക്ഷൻ 17(5) ഡി പ്രകാരം എന്താ പറഞ്ഞത്? ഗുഡ്സ് നോട്ട് സർവീസ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി കവേർഡ് അണ്ടർ ബ്ലോക്ക് ക്രെഡിറ്റ് അല്ലേ? ഇത് നോക്കിയേ, ഫാക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ? അപ്പൊ അത് ബ്ലോക്ക് ക്രെഡിറ്റിൽ വന്നില്ല, അപ്പൊ ഇറ്റ് ഈസ് എലിജിബിൾ അല്ല. അടുത്തത് സിമെന്റ് ആൻഡ് സ്റ്റീൽ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇറ്റ് ഈസ് എലിജിബിൾ ആണോ? കാരണം എന്താ? ബ്ലോക്ക് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്റ്റ് പ്ലാന്റ് മെഷീനറി ആണ്. പ്ലാന്റ് മെഷീനറി ഇൻക്ലൂഡ് സപ്പോർട്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? പ്ലാന്റ് മെഷീനറി ഇൻക്ലൂഡ്സ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഓൾസോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ക്ലിയർ. സോറി. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എന്ത് എഴുതേണ്ടത്? എക്സെപ്റ്റ് പ്ലാന്റ് മെഷീനറിന്റെ പോയിന്റ് എഴുതുക. നെക്സ്റ്റ് നമ്മൾ ഇത് എന്ത് എഴുതണം? പ്ലാന്റ് മെഷീനറി ഇൻക്ലൂഡ്സ് സ്ട്രക്ചറൽ സപ്പോർട്ട് ഓൾസോ, ഹെൻസ് ITC is eligible. അടുത്തത് കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ഫോർ ഓഫീസ് പർപ്പസ്. കമ്പ്യൂട്ടർ പർച്ചേസ്ഡ് ഫോർ ഓഫീസ് പർപ്പസ് ITC എലിജിബിൾ ആണോ? ഇല്ലയോ? ITC എലിജിബിൾ ആണ്. കാരണം ബ്ലോക്ക് ക്രെഡിറ്റിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ മോൾ ITC എലിജിബിൾ ആണ്. അടുത്തത് സിമെന്റ് പർച്ചേസ് ഫോർ റിപ്പയർ ഓഫ് ബിൽഡിംഗ് എക്സ്പെൻസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ്. എക്സ്പെൻസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടേക്ക് കൊണ്ടുപോയി നടത്തും? P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. അപ്പൊ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ITC എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? എലിജിബിൾ ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഫുഡ് ആൻഡ് ബിവറേജ് ഫോർ നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയീസ്. ഫുഡ് ആൻഡ് ബിവറേജ് ഫോർ നൈറ്റ് ഷിഫ്റ്റ് എംപ്ലോയീസ് എലിജിബിൾ ആണ്. ഇല്ലോ? ഇവിടെ നമുക്ക് രണ്ട് അസംഷൻ എടുക്കാം. ഇവിടെ ആസ് പെർ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നില്ല. അപ്പൊ ആസ് പെർ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നില്ല. ആസ് പെർ സ്റ്റാറ്റ്യൂട്ടറി പറയാത്തത് കൊണ്ട് ഏത് പ്രകാരം ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്? 17(5) പ്രകാരം എന്താണ്? ബ്ലോക്കഡ് ആണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം? അവിടെ അസംഷൻ കൊടുക്കാം. ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ആസ് പെർ സ്റ്റാറ്റ്യൂട്ടറി ലോ ദെൻ ഇറ്റ് ഈസ് എലിജിബിൾ. ക്ലിയർ ആണോ? അടുത്തത് ഇൻപുട്ട് ഗിവൺ ആസ് എ ഫ്രീ ഗിഫ്റ്റ്. ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലോ? ബ്ലോക്ക് ക്രെഡിറ്റ് അല്ലേ? ഏതാ സെക്ഷൻ? സെക്ഷൻ പറ. 17(5) ഓക്കെ. അടുത്തത് ഇൻപുട്ട് യൂസ്ഡ് ഇൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് റിസർച്ചിന് ഉപയോഗിച്ചാലോ? മൂന്ന് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ITC എലിജിബിൾ ആണ് പറഞ്ഞത്. എന്തിനൊക്കെയാ? ഒന്ന്, റിസർച്ചിന് ഉപയോഗിക്കാം, ട്രയൽ റണ്ണിന് ഉപയോഗിക്കാം, വാറന്റിയിൽ. ഇവിടെ നിന്ന് റിസർച്ചിനെല്ലാം ഉപയോഗിച്ചത്. അതുകൊണ്ട് ITC എന്താണ്? എലിജിബിൾ ആണ്. അടുത്തത് പർച്ചേസ് 25,000 യൂണിറ്റ്. ഈ 1,00,000 രൂപയ്ക്ക് 25,000 യൂണിറ്റിന്റെ ഉള്ളത്. ഇതിനെന്താ പറഞ്ഞത്? 6,000 യൂണിറ്റ് ഡിസ്ട്രോയ്ഡ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ 6,000 യൂണിറ്റിന് ITC എലിജിബിൾ അല്ല. ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? 25,000 6,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? 19,000 യൂണിറ്റ് ഉണ്ട്. ഇനി അതിൽ നിന്നും 2,000 യൂണിറ്റ് എന്തായി? കട്ടുകൊണ്ട് പോയി, സ്റ്റോളൻ ആണ്. അതിന് മുകളിൽ ITC എലിജിബിൾ അല്ല. ബാക്കി ടെക്നിക്കൽ ചേഞ്ചസ് കാരണം 5,000 യൂണിറ്റ് എന്താക്കി? റിട്ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര യൂണിറ്റ് ഉണ്ട്? 12,000. അപ്പൊ ഈ 1,00,000 എന്ന് പറയുന്നത് എത്ര യൂണിറ്റിന്റെതാണ്? 25,000 ആണ്. അപ്പൊ 1,00,000 25,000, ഒരു യൂണിറ്റിന്റെ മുകളിൽ ITC 4 രൂപയാണ്. ഇൻറ്റു 12,000 48,000 രൂപയാണ് എന്ത്? എലിജിബിൾ ITC. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഗുഡ്സ് യൂസ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ഡ്യൂറിംഗ് വാറന്റി പീരിയഡ്. വാറന്റി പീരിയഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ITC എലിജിബിൾ അല്ലേ? അപ്പൊ അതിന്റെ മുകളിൽ എന്ത് വരും? ITC വരും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണോ? ഒരു കാര്യം ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫോർമാറ്റിൽ എഴുതും. 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തോളൂ, എഴുതിക്കോളൂ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കുക. ഫസ്റ്റ് ഹെഡിങ് എഴുതുക, കമ്പ്യൂട്ടേഷൻ ഓഫ് എലിജിബിൾ ITC. കമ്പ്യൂട്ടേഷൻ ഓഫ് എലിജിബിൾ ITC. ഈ PDF ഞാൻ അങ്ങനത്തെ നിങ്ങൾക്ക് ഷെയർ ആക്കാം. അപ്പൊ ഇതിലുള്ള അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ അതിൽ എഴുതിയാൽ കേട്ടോ, ബുക്കിലേക്ക്. കമ്പ്യൂട്ടേഷൻ ഓഫ് എലിജിബിൾ ITC ഏത് മാസത്തെയാണ്? ഏപ്രിൽ മാസത്തേതാണ്. ഏപ്രിൽ 2029. എഴുതിയോ? ഓക്കെ.
ഫസ്റ്റത്തെ എന്താണ്? മോട്ടോർ വെഹിക്കിൾ, ട്രക്കാണ്, പർച്ചേസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. എലിജിബിൾ ആണോ അല്ലയോ? എലിജിബിൾ ആണോ അല്ലയോ? ITs പ്രശ്നമൊന്നുമില്ല കേട്ടോ. ITs ഉള്ളത് ശരിക്കും അതിന്റെ വേർഡിങ് തന്നെയാണ്. ഇമ്പോർട്ടൻസ് ക്രെഡിറ്റ് തന്നെയാണ് അതിനെ പറയാ. RCM ആണെങ്കിലും അതിന് RCM തന്നെ പറയാം, FCM തന്നെ പറയാം. വാറന്റി റിസർച്ച് സെക്ഷൻ ഉണ്ടോ? അത് നമ്മൾ പറഞ്ഞില്ലേ, ഈ 17.5 ABCDEFG Hലില്ലേ, അതിൽ എക്സെപ്റ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ വേണ്ടിക്കാണെങ്കിൽ ഇങ്ങനെ AB എന്ന് എഴുതിയിട്ട് റീസൺ എഴുതിയാൽ മതി. സൺ എങ്ങനെ എഴുതിയാൽ പോരട്ടോ. ഇപ്പൊ നിങ്ങൾ AB എന്ന് എഴുതിയിട്ട് റീസൺ എഴുതിയാൽ മതി. ഓക്കെ. ഇനി അടുത്ത സംഭവം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യോ, എക്സാമിന് ഇങ്ങനെ അല്ല, പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ച് വിടും. ഈ വായിച്ച് വിടുന്നത് കൊണ്ട് കാര്യമില്ല. അതായത് ടാക്സിന്റെ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, പകരം ഓരോന്നിന്റെ പ്രൊവിഷൻ എഴുതുക എന്നുള്ളതിനാണ് മാർക്ക് വരിക. ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുകയും ചെയ്യണം, പ്ലസ് പ്രൊവിഷൻ എഴുതുകയും ചെയ്യണം. ഈ പ്രൊവിഷൻ എങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ? നമ്മൾ ഇപ്പൊ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് വിടും. ഈ വായിച്ചു വിടുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലാവും, പ്രൊവിഷൻ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ സാധനം എക്സാമിന് റേറ്റിംഗിൽ വരണം. റേറ്റിംഗിൽ വരാന്ന് പറഞ്ഞാൽ ചില്ലർ പണിയെന്നല്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഇപ്പൊ എന്താക്കുക, ABCD എന്ന് എഴുതിയാൽ മതി. പക്ഷെ എക്സാമിന് ഒരിക്കലും ABCD എന്ന് എഴുതിയാൽ പോരാ. എക്സാമിന് എന്താക്കുക, ഫസ്റ്റ് നിങ്ങൾ വായിക്കുക, മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. നിങ്ങൾ എന്താക്കിയത്, ഫസ്റ്റ് എഴുതുക മോട്ടോർ വെഹിക്കിൾ പർച്ചേസ്ഡ്, അത്ര എഴുതിയാൽ ഫസ്റ്റ് സംഭവം ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് എമൗണ്ടിൽ അവിടെ എമൗണ്ട് എഴുതുക, എന്നിട്ട് അതിന്റെ റീസൺ എഴുതുക. അതിന്റെ റീസൺ എന്താ? ഫസ്റ്റ് മോട്ടോർ വെഹിക്കിളിന്റെ സംഭവം അതാ, എന്നിട്ട് പറയാ ബട്ട് മോട്ടോർ വെഹിക്കിൾ ഫോർ പർച്ചേസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ എലിജിബിൾ ITC ആണെന്ന് കൊണ്ട് എഴുതുക. ക്ലിയർ ആണോ? ഓക്കെ. ഇവിടെ മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഫസ്റ്റത്തെ നിങ്ങൾ എഴുതിക്കോ. എടാ അതേപോലെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് എന്താക്കുക, നിങ്ങൾ ചെയ്യുന്ന ആൻസറും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ആക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിലേക്ക് ഷെയർ ആക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ നമുക്കൊരു തോന്നല്, അയ്യേ ഞാൻ എഴുതിയത് മോശമാണെങ്കിൽ ബാക്കി നിങ്ങൾ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോകുന്നല്ല, ബാക്കിയുള്ള കുട്ടികൾ എന്തോന്ന് വിചാരിക്കാൻ വേണ്ടിക്ക്. മനസ്സിലായോ? നമ്മളെല്ലാവരും അതിലേക്ക് ഷെയർ ആക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു പൂൾ ഓഫ് റിസോഴ്സ് നോളജ് കിട്ടും. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അതിലേക്ക് ഷെയർ ആക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നിങ്ങളെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിലേക്കും കൂടി ഷെയർ ആക്കുക. ഓക്കെ. അപ്പം നിങ്ങൾ ആ ഡൗട്ട് ചോദിക്കുമ്പോൾ ആൾക്കാർക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും, ബാക്കി ആൾക്കാർ അന്നേരമായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പൊ എല്ലാവർക്കും ആ ഒരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ആക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പൊ ഫസ്റ്റത്തെ എഴുതിയോ? മോട്ടോർ വെഹിക്കിളിന്റെ എഴുതിയോ? എഴുതി. ഇനി രണ്ടാമത്തേത് ബി 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 എന്ന ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസ്. ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസ് എലിജിബിൾ ആണോ അല്ലയോ? ബ്ലോക്ക് ക്രെഡിറ്റിൽ വരുന്നതല്ലേ. അപ്പൊ നമ്മള് അവിടെ GST എമൗണ്ടിൽ എന്താക്കും, നില്ല് എന്നതും. എന്നിട്ട് അവിടെ എന്ത് നോട്ട് ചെയ്തും, ആസ് പെർ സെക്ഷൻ 17.5B സർവീസ് പ്രൊവൈഡ് ബൈ വേ ഓഫ് ഔട്ട്ഡോർ കാറ്ററിംഗ് സർവീസസ് ആർ കവർ അണ്ടർ ബ്ലോക്ക് ക്രെഡിറ്റ്, ഹെൻസ് ITC നോട്ട് എലിജിബിൾ. ഓക്കെ. ഇതിനടുത്ത് മൂന്നാമത്തത് ഹെൽത്ത് ഇൻഷുറൻസ് സർവീസ്. ഇവിടെ നമ്മൾ വായിച്ചു നോക്കിയാൽ പ്രൊവൈഡഡ് ആസ് പെർ മിനിസ്ട്രി ഓഫ് ലേബർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് പെർ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന് എന്ത് കിട്ടും, ITC എലിജിബിൾ ആണ്. അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് എഴുതുക, എമൗണ്ട് 70,000 എഴുതുക, എന്നിട്ട് എന്ത് എഴുതുക, ITC on health service provided by way of health insurance to employees which is provided as per statutory obligation are eligible. അടുത്തത് ക്ലബ് മെമ്പർഷിപ്പ്. ഓൾറെഡി ബ്ലോക്ക് ക്രെഡിറ്റിൽ വരുന്നതാണല്ലോ, 17.5B വരുന്നതാണ് ക്ലബ് മെമ്പർഷിപ്പ് ഫീസ്. അപ്പൊ അവിടെ എമൗണ്ടിൽ നില്ല് എഴുതുക, അവിടെ പ്രൊവിഷൻ 75B പ്രകാരം
ഹെൽത്ത് 75 BN, ഹെൽത്ത് 75 BN. Club membership as per 75 പ്രകാരം സർവീസ് പ്രൊവൈഡ് ബൈ ഓഫ് ക്ലബ് മെമ്പർഷിപ്പ് ഈസ് ആർ കവേർഡ് അണ്ടർ ബ്ലോക്ക് ക്രെഡിറ്റ്. കവേർഡ് അണ്ടർ ബ്ലോക്ക് ക്രെഡിറ്റ്. എഴുതിയോ? അടുത്തത് പർച്ചേസ്ഡ് ഇന്നോവ കാർ സീറ്റിംഗ് കപ്പാസിറ്റി 7. ബ്ലോക്ക് ക്രെഡിറ്റ് ആണല്ലോ. അവിടെ നമ്മൾ എമൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ നോട്ട് എഴുതുക. Motor vehicle which are designed to carry passenger have seating capacity not more than 13 are covered under block credit. Motor vehicle which are designed to carry passenger have seating capacity not more than 13 are covered under block credit. അടുത്തത് ലീവ് ട്രാവൽ ബെനിഫിറ്റ്. ഇവിടെ നോക്കിയേ, എംപ്ലോയീസ് ഫോർ പേഴ്സണൽ ട്രിപ്പ് ആണ്. പേഴ്സണൽ ട്രിപ്പിന് ITC എലിജിബിൾ ആണോ? അല്ല. ഒഫീഷ്യൽ ട്രിപ്പിന് മാത്രമേ ITC എലിജിബിൾ ഉള്ളൂ. ലീവ് ട്രാവൽ ബെനിഫിറ്റ് ടു എംപ്ലോയീസ്. ലീവ് ട്രാവൽ ബെനിഫിറ്റ് ടു എംപ്ലോയീസ്. എന്റെ ഇവിടെ നോട്ട് എഴുതുക. സർവീസ് പ്രൊവൈഡ് ബൈ വേ ഓഫ് ലീവ് ട്രാവൽ ബെനിഫിറ്റ് ടു എംപ്ലോയീസ് ഫോർ പേഴ്സണൽ ട്രിപ്പ് കവേർഡ് അണ്ടർ ബ്ലോക്ക് ക്രെഡിറ്റ് ആസ് പെർ 75B. ആദ്യം ഫസ്റ്റ് 75B എന്നുള്ളത് ആദ്യം എഴുതിക്കോട്ടോ. 75B എന്നുള്ളത് ആദ്യം എഴുതിക്കോ. Pairs are eligible to follow. Next. അടുത്ത നോക്കിയാൽ മെറ്റീരിയൽ പർച്ചേസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഓയിൽ പൈപ്പ് ലൈൻ ഇൻസൈഡ് ദ ഫാക്ടറി. ITC എലിജിബിൾ ആണോ അല്ലയോ? ITC എലിജിബിൾ ആണോ അല്ലയോ? എലിജിബിൾ ആണ്. അവിടെ നമ്മൾ എന്താ എഴുതുക? പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻക്ലൂഡ്സ് പൈപ്പ് ലൈൻ ഇൻസൈഡ് ദ ഫാക്ടറി ഓൾസോ. Plant and machinery includes pipeline inside the factory also. അത് മെറ്റീരിയൽ പർച്ചേസർ അല്ലേ, അപ്പൊ 75D വരും. നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡിയിൽ വരും. വർക്ക്സ് കോൺട്രാക്ട് ആണെങ്കിൽ സിയിൽ വരും. വർക്ക്സ് കോൺട്രാക്ട് ആണെങ്കിൽ സിയിൽ വരും. എഴുതിയോ? ഓക്കെ. അടുത്തത് അഡ്വർടൈസ്മെന്റ് സർവീസസ്. അഡ്വർടൈസ്മെന്റ് സർവീസ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റിലുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എന്തായിരിക്കും? എലിജിബിൾ ആയിരിക്കും. അപ്പൊ അതിനെ നിങ്ങൾ നോട്ട് എന്ത് എഴുതുക? ITC eligible on input service capital goods which are used or internet to be used for the purpose of business. Advertisement service are not covered under block credit. Hence ITC eligible. Hence ITC eligible. Clear? അടുത്തത് hotel accommodation incurred expense of employees incurred on official travel. ഒഫീഷ്യൽ ട്രാവൽ ആണെങ്കിൽ ITC എന്തായിരിക്കും? എലിജിബിൾ ആയിരിക്കും. ഒഫീഷ്യൽ ട്രാവൽ ആണെങ്കിൽ ITC എലിജിബിൾ ആയിരിക്കും. ഒഫീഷ്യൽ ട്രാവൽ ITC എലിജിബിൾ ആണ്. എഴുതിയോ? അടുത്തത് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് ഫ്രം X Limited Chennai. X Limited has paid GST under section 74. നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടില്ലേ? 74 പ്രകാരമാണ് ടാക്സ് അടച്ചതെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വന്ന് ബുക്ക് ചെയ്തതിനു ശേഷമാണെങ്കിൽ ITC എടുക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ളത്. മനസ്സിലായ? അവൈലബിൾ ആണെങ്കിലും അല്ലെങ്കിലും നോട്ട് എല്ലാത്തിനും എഴുതണം. ഓക്കെ. നമ്മൾ വേണ്ടതിന് മാത്രം റീസൺ എഴുതിയാൽ പോരാ കേട്ടോ. ഓക്കെ. അടുത്ത റിപ്പയർ മെയിൻ്റെനൻസ് സർവീസ് റിലേറ്റഡ് ടു ട്രക്ക്.
ഇത് നമ്മളെന്താ നോക്കേണ്ടത്? ട്രക്കിന്റെ മോൾ ITC എലിജിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് സർവീസ് ഓൺ ട്രക്ക് എന്താണ് ITC എലിജിബിൾ ആയിരിക്കും. എഴുതിയോ? ഓക്കെ. അപ്പൊ അടുത്തത് പർച്ചേസർ മോട്ടോർ വെഹിക്കിൾ മിനി ബസ് ആണ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എംപ്ലോയീസ്. ഇതെന്താ? സീറ്റിംഗ് കപ്പാസിറ്റി 13 മുകളിലല്ലേ? മിനി ബസ് ആവട്ടെ, ഇത് എന്തിനാ പർപ്പസിന് ഉപയോഗിക്കട്ടെ? ITC എലിജിബിൾ ആണല്ലോ. അവിടെ നമ്മൾ എന്ത് എഴുതുക? മോട്ടോർ വെഹിക്കിൾ വിച്ച് ആർ ഡിസൈൻഡ് കേരള പ്രൊവിഷൻ എഴുതുക. എന്ത് എഴുതുക? സീറ്റിംഗ് കപ്പാസിറ്റി is more than 13, hence ITC is eligible. Seating capacity more than 13, hence ITC is eligible. എഴുതിയോ? എഴുതിയോ? അടുത്തത് ഇൻഷുറൻസ് ചാർജസ് പെയ്ഡ് ഫോർ ഇന്നോവ എലിജിബിൾ ആണോ? അല്ല. എന്തുകൊണ്ടല്ല? ഇന്നോവയ്ക്ക് ഓൾറെഡി ഇൻപുട്ട് എലിജിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷുറൻസ് ചാർജും ഇൻപുട്ട് എലിജിബിൾ അല്ല. സാർ ജെ ഒന്നുകൂടി പറയോ? ABCDEFJ. അവിടെ ജെ പറ്റിയിട്ടുണ്ടല്ലോ. 74 പ്രകാരം ടാക്സ് ഇറക്കും. അതായത് ഇപ്പൊ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്തു. ഓക്കെ. അപ്പം അയാൾ ടാക്സ് അടച്ചതിന് മാത്രമേ ശരിക്കും ഇൻപുട്ട് എടുക്കാനേ പറ്റുള്ളൂ. അയാൾ റിട്ടേൺ ടാക്സ് അടച്ചില്ല എന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇൻപുട്ട് എടുത്തിട്ടില്ല. ഞാൻ 2-3 മാസം അയാളെ ഫാക്ടറി നടന്നു. അവിടെ ഒന്ന് ടാക്സ് അടക്കണം, അന്ന് റിട്ടേൺ ഫയൽ ചെയ്യും, എനിക്ക് ഇൻപുട്ട് വേണം, എനിക്ക് ഇൻപുട്ട് വേണം. അയാൾ അടക്കാന്ന് പറഞ്ഞുകൊണ്ട് നിന്ന്. പക്ഷെ അയാൾ ഇതുവരായിട്ട് അടച്ചില്ല. അപ്പൊ ആ സമയത്താണ് ആര് വരുന്നത്? GST ഓഫീസർ ഇയാളുടെ ബിസിനസ്സിൽ കയറിയിട്ട് റെയ്ഡ് നടത്തി. റെയ്ഡ് നടത്തിയപ്പോ മനസ്സിലായി എന്ത്? ഇയാൾ ഫ്രോഡ് നടത്തിയിട്ടുണ്ട്, ഇയാൾ ഇൻപുട്ട് അടച്ചിട്ടില്ല, അയാൾ ഔട്ട്പുട്ട് ടാക്സ് അടച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് എന്താക്കി? പൊക്കിയിട്ട് അയാളെ കൊണ്ട് ടാക്സ് അടപ്പിച്ച്. അന്നേരം ടാക്സ് അടച്ച സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട്, നീ ഇൻപുട്ട് എടുത്തോ എന്ന് പറയും. ഇവിടെ അയാൾ ടാക്സ് അടച്ചിട്ട് നോർമൽ അടക്കുന്ന പോലെ അടച്ചതാണോ? ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പൊക്കിയതിന് ശേഷം അടച്ചതല്ലേ? അതിനാണ് പറയാ സെക്ഷൻ 74 ഫ്രോഡ് പകരമായിട്ട് ടാക്സ് അടക്കുന്നത്. അപ്പൊ ആ കേസ് എന്തെടുക്കാൻ പറ്റൂല? ITC കമ്മിറ്റിക്ക് പറ്റൂല. ക്ലിയർ ആണല്ലോ? നേരത്തെ പൈപ്പ് ലൈൻ ഔട്ട് സൈഡ് ITC കിട്ടും എന്നാണ് ഇല്ല എന്നാണ് പറഞ്ഞത്. എടാ, പൈപ്പ് ലൈൻ ഇൻസൈഡ് ദ ഫാക്ടറിയാണ് പ്ലാന്റ് മിഷനറിയിൽ വരിക. പ്ലാന്റ് മിഷനറിക്ക് മാത്രമേ ITC കിട്ടുള്ളൂ. പൈപ്പ് ലൈൻ ഔട്ട് സൈഡ് ദ ഫാക്ടറി എന്തല്ല? പ്ലാന്റ് മിഷനറി അല്ല. അപ്പൊ അതിന്റെ മുകളിൽ ITC കിട്ടൂല. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? കെ എന്നാ? എടാ, ട്രക്ക് അല്ലേ? അതായത് ട്രക്ക് ഓൾറെഡി ITC എലിജിബിൾ അല്ലേ? സാറ് പറഞ്ഞ അല്ലേ? ട്രക്ക് ITC ഓൾറെഡി എലിജിബിൾ അല്ലേ? ട്രക്കിന് ITC ഓൾറെഡി എലിജിബിൾ അല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസിനും ITC എലിജിബിൾ ആണ്. ജെയുടെ സെക്ഷൻ ആണ് 17(5)I. 17(5)I. ജെയുടെ സെക്ഷൻ 17(5)I. അതെ, 74 വരുന്നതിന്റെ സെക്ഷൻ ആണ് 17(5)I. 17(5)I. മനസ്സിലായോ? മുഖ്യത മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആണോ? അല്ലെ, ടോട്ടൽ എല്ലാവർക്കും എത്ര വന്നത്? ടോട്ടൽ എല്ലാവർക്കും എത്ര വന്നത്? 8,72,000 ആണോ? ഗൈസ്, ടോട്ടൽ അടിക്കൂ, ടോട്ടൽ അടിക്കൂ. 8,72. ഓക്കെ, കറക്റ്റ് 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 കറക്റ്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇവിടെ ശ്രദ്ധിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ് മോട്ടോർ വെഹിക്കിളില് ഫർദർ സപ്ലൈക്കാണ് മോട്ടോർ വെഹിക്കിൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഇൻപുട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ. എക്സ്പെൻസ് റിലേറ്റഡ് ടു മോട്ടോർ വെഹിക്കിൾ, ഒറിജിനൽ മോട്ടോർ വെഹിക്കിളിന് ഇൻപുട്ട് എലിജിബിൾ ആണെങ്കിൽ എക്സ്പെൻസിന് ഇൻപുട്ട് എലിജിബിൾ ആണോ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത എന്താ ചോദ്യം? ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ബിസിനസ് എന്താണ്? ഏതെങ്കിലും വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ആക്കി എന്താക്കുക? ക്ലെയിം ചെയ്ത് വണ്ടി ശരിയായി കൊടുക്കുക എന്നുള്ളത്. ഒരു വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ആ വണ്ടി ക്ലെയിം ചെയ്ത് ശരിയായി കൊടുക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ബിസിനസ്. അപ്പൊ ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് വന്നു. ഇൻഷുറൻസ് കമ്പനി എന്താക്കും? ഈ വണ്ടി ശരിയാക്കാൻ വേണ്ടിക്ക്, റിപ്പയർ ചെയ്യാൻ വേണ്ടിക്ക് വേറെ ടീമിനെ ഏൽപ്പിക്കും.
വേറെ റിപ്പയർ ടീമിൽ കാർ ശരിയാക്കി റിപ്പയർ ചെയ്തതിനു ശേഷം എന്താക്കും, കാർ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. അതിന്റെ കൂടെ ഒരു ഇൻവോയ്സും കൊടുക്കുമല്ലോ, ഒരു ബില്ലും കൊടുക്കുമല്ലോ. ഈ ബില്ലിൽ എന്തുണ്ടാവും, ടാക്സ് എമൗണ്ട് ഉണ്ടാവും. ഈ ടാക്സ് എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് എലിജിബിൾ ആണോ അല്ലയോ? ഈ ടാക്സ് എമൗണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് എലിജിബിൾ ആണോ അല്ലയോ? എലിജിബിൾ ആണ്. കാരണം എന്താ, ഇൻഷുറൻസ് കമ്പനിയുടെ ബിസിനസ് ആണ് വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അത് ശരിയായി കൊടുക്കുക എന്നുള്ളത്. ഇവിടെ എന്താ, പ്രൊട്ടക്ഷൻ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്, ആ ഇൻവാർഡ് പർച്ചേസ് ഉണ്ടായിട്ടുണ്ട്, ആ സർവീസ് പർച്ചേസ്. ക്ലിയർ ആണല്ലോ? അതാണ് അടുത്ത ചോദ്യം വരുന്നത്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് incurred expense for repair and maintenance of a car which was under insurance cover. GST paid on such expenses 8 lakh for the month of July 2019. Whether ITC eligible or not? Input eligible ആണല്ലോ, ഇൻപുട്ട് എലിജിബിൾ ആണല്ലോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ വായിക്കട്ടെ. റെഡിയായോ? എല്ലാം റെഡിയായോ? ഓക്കെ. Machinery is purchased for 20 lakh, excluding GST 12%. The machine is exclusively used for manufacture of product which is liable to be GST at 18%. Depreciation is charged on 20 lakh. ഇവിടെ എന്താ പറഞ്ഞത്, 20 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങി. ഇതിന് മുകളിൽ 12% ടാക്സ് ഉണ്ട്. അപ്പൊ 20 ലക്ഷത്തിന്റെ 12% 2,40,000 ടാക്സ് എമൗണ്ട് ഉണ്ട്. ഇത് ഡിപ്രിസിയേഷൻ എത്ര എമൗണ്ട് ആണ് പ്രൊവൈഡ് ചെയ്തത്? 20 ലക്ഷത്തിനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ടാക്സ് എമൗണ്ട് എന്താക്കിയിട്ടില്ല, ക്യാപിറ്റലൈസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആസ് പെർ സെക്ഷൻ 16 സബ്സെക്ഷൻ 3 പ്രകാരം എന്താണ്, ITC നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ, ITC എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ മെഷീനറി ഉപയോഗിക്കുന്നത് പ്രൊഡക്റ്റ് എക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രൊഡക്റ്റ് എക്സ് എന്താണ്, ടാക്സബിൾ പ്രൊഡക്റ്റ് ആണല്ലോ. അതുകൊണ്ട് ഇതിന് മുകളിൽ എന്തെടുക്കാം, നമുക്ക് ITC ക്ലെയിം ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ അവിടെ ആദ്യം എന്ത് എഴുതും, പ്രൊവിഷൻ എന്ത് എഴുതും, ആസ് പെർ സെക്ഷൻ 16 സബ്സെക്ഷൻ 3 if ITC tax amount is capitalized in books of accounts and depreciation is provided on such tax component, then ITC is not eligible. Next paragraph. In the given case, machinery purchased for rupees 20 lakh and tax component is rupees 2,40,000. Depreciation is provided on only rupees 20 lakh. Hence, depreciation is not provided on tax component or ITC portion. So, as per 16.3, ITC is eligible. And another point, in the given case, this capital goods or this machinery is used for production of product X which is taxable, and ITC is eligible under 17.1, 17.2 also. 17.2 also. Clear ആണോ guys? Okay ആണോ? Okay ആണ്. ITC 12% മുകളിൽ കിട്ടുള്ളൂ. നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് എത്രയാണ് ITC ഉള്ളത് അത് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് 12% അല്ലേ ടാക്സ് ഉള്ളത്. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലൈർക്ക് 12% അല്ലേ ടാക്സ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതെല്ലാം ഇൻവോയ്സിൽ ഉണ്ടാവുക, അതെല്ലാം നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ ജോസഫ്? ഓക്കെ ആണോ? ഫൈൻ. അടുത്തത് മിഷനറി ബി is purchased. Machinery B is purchased for 30 lakh, excluding GST. The machine is exclusively used to manufacture product Y, which is liable to GST at 18%. Depreciation is charged on 33 lakh 60,000. ഇവിടെ നോക്കിയാൽ നമ്മളൊരു മെഷീനറി വാങ്ങി. ഈ മെഷീനറി വാങ്ങിയത് എത്ര രൂപക്കായിരുന്നു വാങ്ങിയത്? 30 lakhനാണ് വാങ്ങിയത്. ഇതിന് മുകളിൽ 12% എന്താണ് ടാക്സ് കമ്പോണന്റ് ആണ്. എത്ര രൂപ? 3,60,000 രൂപ.
പക്ഷെ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്ത് ഏതിന്റെ മുകളിലാ 30 ലക്ഷത്തിന്റെ മുകളിലുണ്ട് 3,60,000 മുകളിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ടാക്സ് കമ്പോണന്റ് ഓൾസോ hence as per section 16 subsection 3 ITC is not eligible. ITC is not eligible. Clear ആണോ? ഓക്കെ, അടുത്തത് സി നോക്ക്. മിഷനറി സി is purchased for 40 lakh. The machine is exclusively used in manufacture of product Z which is exempted. Exclusively used ആണ്, അതായത് ഇത് ഉപയോഗിച്ചത് Z ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, exempted ആണ്. ഡിപ്രിസിയേഷൻ ചാർജ് 44,80,000 ഓൾസോ. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡിപ്രിസിയേഷൻ എന്താക്കിയിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ ടാക്സ് കമ്പോണന്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ മിഷനറി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി മാത്രം? എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് Z ആണ്. പ്രൊഡക്ഷൻ ഓഫ് Z എന്ന പ്രൊഡക്റ്റ് Z എന്താണ്? എക്സംപ്റ്റഡ് സപ്ലൈ അല്ലേ? എക്സംപ്റ്റഡ് സപ്ലൈക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ കൂടെ ITC എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ 16(3) പ്രകാരം ITC എടുക്കാൻ വേണ്ടി പാടില്ല, 17(2) പ്രകാരം ITC എടുക്കാൻ വേണ്ടി പാടില്ല. ക്ലിയർ ആണോ ഗൈസ്? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റക്ക് ചെയ്യുക. നിങ്ങൾ ഒറ്റക്ക് ചെയ്യുക, അതിന്റെ ആൻസർ പറയാം. ആൻസർ ടൈപ്പ് ചെയ്തിടാം. ഒറ്റക്ക് ചെയ്യുക, ആൻസർ ടൈപ്പ് ചെയ്തിടാം. ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നില്ല? ക്ലിയർ അല്ല ക്വസ്റ്റ്യൻ? വായിച്ച് ചെയ്യാൻ പറ്റൂലേ? ക്വസ്റ്റ്യൻ നമ്പർ 10 ഒന്നും കൂടി കാണിക്കണോ? ക്വസ്റ്റ്യൻ നമ്പർ 10 എന്തേ? ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമ്പർ 10 ക്ലിയർ ആയോ? ഓക്കെ, മാറ്റട്ടെ BB മാറ്റട്ടെ. അവിടെ മാറ്റുന്നുണ്ട്. ഓക്കെ, ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 12 ജോസഫെ മാറ്റിയിട്ടുണ്ട്.
ഇവിടെ ഇത് ഇപ്പോഴത്തെ ആൻസറിന്റെ ആണോ? ഇപ്പോഴത്തെ കോൺസ്റ്റന്റ് ഫോർമാറ്റ് ആണോ? ഇത് നിങ്ങൾ ആദ്യം ഏത് പ്രൊവിഷൻ എഴുതണം? ആദ്യം നമ്മളെ 18 സബ്സെക്ഷൻ 1ന്റെ പ്രൊവിഷൻ എത്തുക. എക്സംപ്റ്റഡ് ബിക്കം ടാക്സബിൾ ആവുന്ന പ്രൊവിഷൻ. ദെൻ ITC held on input, input service, capital goods are eligible, which is held the day immediately preceding the day of such changes. Our capital goods, ITC on capital goods are eligible on 5% per quarter reduced. എന്നിട്ട് ഓരോന്നായിട്ട് എഴുതാം. ഓൺ ഇൻപുട്ട് ഫുൾ ITC എലിജിബിൾ, വിച്ച് ഈസ് 1,80,000. നെക്സ്റ്റ് ഓൺ ക്യാപിറ്റൽ ഗുഡ്സിന് എന്താക്കുക? പർച്ചേസ് ഡേറ്റ് എഴുതുക, പിന്നെ കൺവേർഷൻ ഡേറ്റ് എഴുതുക, നമ്പർ ഓഫ് ക്വാർട്ടർ കമ്പ്യൂട്ട് ചെയ്യുക, റിഡക്ഷൻ പെർസെന്റേജ് കമ്പ്യൂട്ട് ചെയ്യുക, എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ എത്ര ആൻസർ കിട്ടിയ? ഇരുപത്തേഴ് 720 കിട്ടിയിട്ടുണ്ട്, 231 കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് 2 ആൻസർ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ ആൻസർ പറയൂ. 27,720, 72,600. ഓക്കെ, പോരട്ടെ. ബാക്കിയുള്ള ആൾക്കാർ പെട്ടെന്ന് പറയട്ടെ. നോർമൽ, നീ എന്താ പറഞ്ഞത്? നോർമൽ അതായത് എക്സംപ്റ്റഡ് ബിക്കം ടാക്സബിൾ ആവുന്ന കേസാണ്, ഇൻപുട്ട് ക്ലെയിം ചെയ്യേണ്ട കേസാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? വിച്ച് ആർ എക്സംപ്റ്റഡ് അണ്ടർ GST വിത്ത് എഫക്ട് ഫ്രം 31/12 മുതൽ ഇതെന്താവുന്നു? ടാക്സബിൾ ആണ്. ഇതുവരെ എക്സംപ്റ്റഡ് ആയത് അവിടുന്ന് അങ്ങോട്ട് ടാക്സബിൾ ആവുന്നു. എടാ, അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സിന് ഇൻപുട്ട് എടുക്കാൻ പറ്റൂലേ? ആ ഇൻപുട്ട് എടുക്കുന്നതല്ലേ നമ്മൾ 5% പെർ ക്വാർട്ടർ പറഞ്ഞത്. സ്നേഹ എന്നെ ഫീൽഡ് നോട്ടാക്കുവോ? ഓക്കെ അപ്പൊ നോക്കി നമുക്ക് ഏതിന്റെയൊക്കെ മുകളിൽ കിട്ടും? ഇൻപുട്ടിന്റെ മുകളിൽ കിട്ടും. ഇൻപുട്ട് മുകളിൽ ഫുൾ എമൗണ്ട് കിട്ടും. അപ്പൊ എത്ര കിട്ടും? 1,80,000 എന്തായാലും എലിജിബിൾ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ക്യാപിറ്റൽ ഗുഡ്സിന്റെ മുകളിൽ എങ്ങനെ കിട്ടുക? 5% പെർ ക്വാർട്ടർ റെഡ്യൂസ് ചെയ്ത എമൗണ്ട് ആണ് കിട്ടുക. അതായത് നമ്മളെന്താ പഠിച്ചത്? 20 ക്വാർട്ടർ ടാക്സബിൾ സപ്ലൈക്ക് ഉപയോഗിക്കണം, 20 ക്വാർട്ടർ ഹയർ റേറ്റിൽ ടാക്സ് അടക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ക്ലിയർ ആണല്ലോ. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ എന്ത് നോക്കണം? എത്ര ക്വാർട്ടർ ആണ് എക്സംപ്റ്റഡ് സപ്ലൈക്ക് ഉപയോഗിച്ചത്, എത്ര ക്വാർട്ടറിലാണ് നമ്മൾ ഗവൺമെന്റ് തമ്മിൽ അഗ്രിമെന്റ് തെറ്റിച്ചത് നോക്കണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ സാധനം പർച്ചേസ് ചെയ്ത ഡേറ്റ് എപ്പോഴാ? 1/4/2018 ആണ്. ഈ നമ്മൾ കൺവേർഷൻ ആവുന്ന ഡേറ്റ് ഏതാ? 31/12/18. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും ടൈം പീരീഡ് ഇതെന്തിനാ ഉപയോഗിച്ചത്? എക്സംപ്റ്റഡ് സപ്ലൈക്കാണ് ഉപയോഗിച്ചത്. ഇപ്പൊ 1/4/18 മുതൽ 31/12/18 വരെ എത്ര ക്വാർട്ടർ ഉണ്ട്? 3 ക്വാർട്ടർ ഉണ്ട്. 3 ക്വാർട്ടർ പെർ ക്വാർട്ടർ 5% ആണെങ്കിൽ റിഡക്ഷൻ പെർസെന്റേജ് എത്ര വരും? 3 × 5 which is 15%. അപ്പം ക്യാപിറ്റൽ ഗുഡ്സിന് മുകളിലുള്ള ടോട്ടൽ ITC എത്രയാണ്? ടോട്ടൽ ITC ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് എത്രയാ? 60,000. അപ്പൊ എത്ര റെഡ്യൂസ് ചെയ്യണം? 60,000 ഇൻറ്റു 15%. 60,000 ഇൻറ്റു 15% എത്രയാ? 9,000 രൂപ എന്താക്കണം?
9000 രൂപ എന്താക്കണം നമ്മൾ മൈനസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പം 60000 മൈനസ് 51000 വരും. 51000 പ്ലസ് 1,80,000. ഇത് 51000 വരും. 50 അപ്പൊ ടോട്ടൽ എത്ര വരും? ഈ 51000 ഈ 1,80,000 കൂടി 2,31,000. 2,31,000. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ 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 ഫൈൻ. ഈ 27,720 2-3 ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 27,720 എങ്ങനെയാ വന്നത്? ഐ മീൻ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാൻ വേണ്ടി ചോദിക്കുന്നത് കേട്ടോ. 27,720 എത്ര വന്നത്? നിങ്ങൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്തത്? അതായത് ഇൻപുട്ട് സ്റ്റോക്കിന്റെ മുകളിൽ തന്നെ 1,80,000 ഇല്ലേ? നിങ്ങള് അതിന്റെ മുകളിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്താ? അതായത് 1,80,000 എന്നുള്ള പർച്ചേസ് എമൗണ്ട് ആയിട്ട് അതിന് മുകളിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്താ? എമൗണ്ട് ആയിട്ടാണ് കണ്ടത്. എമൗണ്ട് ആയിട്ടാണ് കണ്ടത്. ഇതാണ് നമുക്ക് എക്സാമിന് വരുന്ന ഒരു മിസ്റ്റേക്ക്. ഇവിടെ നോക്കിയേ, ഡീറ്റെയിൽസ് ഓഫ് ITC ഓൺ ഇൻപുട്ട്. ഇൻപുട്ടിന്റെ മുകളിൽ എത്ര ITC ഉണ്ട്? ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. മിസ്റ്റേക്ക് നമ്മൾ ഇപ്പൊ വരുത്തുക. മാക്സിമം മിസ്റ്റേക്ക് നമ്മൾ ഇപ്പൊ വരുത്തുക. ക്ലിയർ? എക്സാം ആൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 കൂടി നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം. അതെ, ഒന്നുകൂടെ പറയാവോ? ഏതാ പറയേണ്ടത്? നീയ നേരത്തെ ചോദിച്ച ഡൗട്ട് എന്തായിരുന്നു? അതായത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ എനിക്ക്? അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 31/12/2018 ഈ ഒരു പോയിന്റ് വരെ ഇവർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്തായിരുന്നു? എക്സംപ്റ്റർ സപ്ലൈ ആയിരുന്നു. ഈ ഒരു പോയിന്റിന് ശേഷം ഇത് എന്തായി മാറി? ടാക്സബിൾ സപ്ലൈ മാറി. എന്ന് വെച്ചാൽ ഈ ഒരു പീരീഡിൽ എന്തെടുത്തിട്ടുണ്ടാവില്ല? ഇൻപുട്ട് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല. ഈ ഒരു പീരീഡിൽ എന്തുണ്ട്? ഔട്ട്പുട്ട് ടാക്സ് അടക്കുന്നുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് അടക്കുമ്പോൾ നമുക്ക് എന്താക്കാം? നമ്മൾ ഗവൺമെന്റ് തമ്മിൽ അഗ്രിമെന്റ് പ്രകാരം നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഏത് ഡേറ്റിൽ? ഇതിന്റെ തലേന്ന് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ ഇൻപുട്ടിന് മുകളിൽ ഫുൾ എമൗണ്ട് കിട്ടും. ക്യാപിറ്റൽ കുറിച്ച് നമ്മൾ 5% പെർ ക്വാർട്ടർ റെഡ്യൂസ് ചെയ്ത എമൗണ്ട് കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ? ആ ക്യാപിറ്റൽ കുറിച്ചിന്റെ മുകളിൽ എടാ നിങ്ങൾക്ക് ക്യാപിറ്റൽ കുറിച്ചിന്റെ മുകളിൽ 5% പെർ ക്വാർട്ടർ റെഡ്യൂസ് ചെയ്ത് മനസ്സിലായിട്ടില്ലേ? നീക്ക് മനസ്സിലായിരുന്നോ? 5% പെർ ക്വാർട്ടർ റെഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലായിരുന്നോ? ഇല്ല. ഇവിടെ ശ്രദ്ധിക്കും. നോക്ക്, അതായത് ഒരു ക്യാപിറ്റൽ ഗുഡ്സിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 60 മാസമാണ്. 60 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്വാർട്ടർ ഉണ്ടാവും? 20 ക്വാർട്ടർ ആണ്. അപ്പം നമ്മളൊരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ ഗവൺമെന്റിനോട് ചോദിക്കും, ഞാനൊരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങുന്നുണ്ട്, ഇതിന് 3 ITC എടുത്തോട്ടെ? ഗവൺമെന്റ് എന്ന് പറയും, നീ എടുത്തോ, ഫുൾ എമൗണ്ട് നീ ഇപ്പൊ തന്നെ എടുത്തോ. പക്ഷെ നീ എന്താക്കണം? 20 ക്വാർട്ടർ ഇത് ടാക്സബിൾ സപ്ലൈക്ക് ഉപയോഗിക്കണം. 20 ക്വാർട്ടർ ടാക്സബിൾ സപ്ലൈക്ക് ഉപയോഗിച്ചിട്ട് ഹയർ റേറ്റിൽ ഗവൺമെന്റിന് ടാക്സ് അടക്കണം എന്ന് പറയും. ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയും. ഞാൻ പറയും ഓക്കെ എന്ന് പറയും. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഒരു ക്യാപിറ്റലിനെ കുറിച്ച് പർച്ചേസ് ചെയ്ത്. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് എക്സംപ്റ്റർ സപ്ലൈ ആണെങ്കിൽ എനിക്ക് ആ സമയത്ത് ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം ഞാൻ ചെയ്യുന്നത് എക്സംപ്റ്റർ സപ്ലൈ മാത്രമാണ്. ഈ ക്യാപിറ്റലിനെ കുറിച്ച് ഉപയോഗിക്കുന്ന എക്സംപ്റ്റർ സപ്ലൈക്ക് വേണ്ടി മാത്രമാണ്. ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ടാക്സബിൾ സപ്ലൈക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇൻപുട്ട് എടുത്തിട്ടില്ല. ഇൻപുട്ട് ഉപയോഗിക്കാതെ അതായത് 1/4/2018 ഞാൻ ക്യാപിറ്റലിനെ കുറിച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ ഇൻപുട്ട് എടുക്കാണ്ട് പോകുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഞാൻ എക്സംപ്റ്റർ സപ്ലൈ അല്ലേ ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഇൻപുട്ട് എടുക്കാണ്ട് പറ്റില്ലല്ലോ. ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ടാക്സബിൾ സപ്ലൈ ഉണ്ടെങ്കിൽ ഇൻപുട്ട് എടുത്തോന്നാ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇൻപുട്ട് എടുത്തിട്ടില്ല. ബിസിനസ് ഇങ്ങനെ പോയി 31/12 എന്റെ ബിസിനസ് എന്തായി മാറി? എക്സംപ്റ്റർ സപ്ലൈ ബിക്കം ടാക്സബിൾ സപ്ലൈ ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ക്യാപിറ്റൽ കുറിച്ച് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിക്കാം? ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിക്കാം. ഹയർ റേറ്റിൽ ഗവൺമെന്റ് ടാക്സ് അടയ്ക്കാൻ വേണ്ടിക്കാം. അപ്പൊ ഞാൻ ഗവൺമെന്റിനോട് പറഞ്ഞത്, നേരത്തെ ഞാൻ എക്സംപ്റ്റർ സപ്ലൈക്ക് ഉപയോഗിച്ചത്. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞതുപോലെ ഞാൻ കേട്ടു, ഇനി ഞാൻ ടാക്സബിൾ സപ്ലൈക്കാണ് ഉപയോഗിക്കുന്നത്, ഇനി എനിക്ക് ഇൻപുട്ട് എടുത്തൂടെ എന്ന് ചോദിച്ചു. ഗവൺമെന്റ് പറഞ്ഞു എടുത്തോ, കുഴപ്പമില്ല. പക്ഷേ ഒരു മെഷീനറിയുടെ ക്യാപിറ്റൽ കുറിച്ചിട്ട് യൂസ്ഫുൾ ലൈഫ് 20 ക്വാർട്ടർ ആണ്.
20 ക്വാർട്ടർ ടാക്സബിൾ സപ്ലൈക്ക് ഉപയോഗിച്ചാലാണ് 100% ITC കിട്ടുക. ഇതിൽ നീ 1/4/2018 മുതൽ 31/12/2018 വരെ 3 ക്വാർട്ടറിന് ഈ എന്തിനാ ഉപയോഗിച്ചത് എക്സംപ്റ്റഡ് സപ്ലൈക്കല്ലേ. അപ്പം ബാക്കി വരുന്ന 17 ക്വാർട്ടറിൽ എനിക്ക് ടാക്സബിൾ സപ്ലൈക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് 100% ITC കിട്ടാൻ വേണ്ടി പറ്റില്ല. ഒരു ക്വാർട്ടറിന് 5%. അങ്ങനെ 3 ക്വാർട്ടറിന് 15% കുറക്കുക. ബാക്കി 17 ക്വാർട്ടറിന്റെ ITC എന്തായിക്കോ ഈ എടുത്തോന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത് CRPക്കും എക്സംപ്റ്റഡ് സപ്ലൈക്കും റെഗുലർ സ്കീമിലേക്ക് വരുമ്പോഴും അപ്ലിക്കബിൾ ആണോ? ക്യാപിറ്റൽ ഗുഡ്സിന് ITC അവൈലബിൾ. CRP കോമ്പോസിഷൻ സ്കീമാണോ? അതെ, റെഗുലർ സ്കീമിലേക്ക് വരുമ്പോഴും അത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ തന്നത് എമൗണ്ട് ആണെങ്കിൽ അതിന്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നല്ലേ 5% പെർ ക്വാർട്ടർ റെഡ്യൂസ് ചെയ്യുക. അതെ, കറക്റ്റ് തന്നെ. ഈ CRP എന്ന കോമ്പോസിഷൻ സ്കീം എന്നാണ് ഉദ്ദേശിച്ചത്. ആഹാ, അപ്പൊ ക്ലാസ്സിലൊന്നും ആയിരുന്നില്ലല്ലേ? 5 മിനിറ്റ് അല്ല ഞാനത് പറഞ്ഞത്. മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ. എഴുതിയില്ല. ഓക്കെ. ഫൈൻ. ചുമ്മാ പറഞ്ഞതാ. ഓക്കെ, ക്ലിയർ ആയോ? എടാ മക്കളെ, സെറ്റാണോ? ഇനിയുണ്ടല്ല, ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് മിനിമം GST പേബിളിന്റെ കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങളിപ്പോ മാർക്ക് ചെയ്താലും മതി. ഈ ക്വസ്റ്റ്യൻ അഡീഷണൽ ക്വസ്റ്റ്യൻ ഫോർ പ്രാക്ടീസിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇത് മിനിമം GST ലാബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ജാനുവരി മാസത്തെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യനില് ഔട്ട്വാർഡ് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടാവും, ഇൻവാർഡ് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടാവും. ഔട്ട്വാർഡ് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടാവും. അവിടെ ഇതിന്റെ ഒന്നും ആൻസർ ഇല്ലടാ. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ആക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ അപ്പം എന്താക്കി തരാം ആൻസർ. നിങ്ങൾക്ക് ഏതെങ്കിലും തീരെ കിട്ടാത്തുണ്ടെങ്കിൽ ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറഞ്ഞ ഇത് നമ്മൾ നെറ്റ് GST പേബിൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്യണം കേട്ടോ. നമ്മൾ നെക്സ്റ്റ് അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ഈ നെറ്റ് GST പേബിൾ കമ്പ്യൂട്ട് ചെയ്താൽ നമ്മൾ മൂന്ന് തെറ്റിയുണ്ടോന്ന് എങ്ങനെ അറിയാം? അതാണ് ഇപ്പൊ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ 3 സ്റ്റെപ്പിലൂടെ ചെയ്യണം. ഇതിന്റെ ആൻസർ നമ്മൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നെറ്റ് GST ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എന്തായാലും കംപ്ലീറ്റ്ലി എഴുതിയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ 3 സ്റ്റെപ്പിലൂടെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 കമ്പ്യൂട്ടേഷൻ ഓഫ് ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റി. സ്റ്റെപ്പ് 2 കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ലാബിലിറ്റി. സ്റ്റെപ്പ് 3 നെറ്റ് GST ലാബിലിറ്റി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ 1 ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെ ഉണ്ടാവും? ഔട്ട്വാർഡ് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടാവും, ഇൻവാർഡ് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താക്കണം? സ്റ്റെപ്പ് 1 ഔട്ട്പുട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്താക്കണം? ഔട്ട്വാർഡ് ട്രാൻസാക്ഷൻ എല്ലാം എടുക്കണം. സ്റ്റെപ്പ് 2 ഇൻപുട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇൻവാർഡ് ട്രാൻസാക്ഷൻ എല്ലാം എടുക്കണം. പക്ഷെ ഇൻവാർഡ് ട്രാൻസാക്ഷൻ എന്തുണ്ടാവും? ബ്ലോക്കിൽ കടിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഔട്ട്വാർഡ് ട്രാൻസാക്ഷൻ എന്തുണ്ടാവും? എക്സംപ്റ്റഡ് ഉണ്ടാവും. അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ എന്താക്കാം? സ്റ്റെപ്പ് 3 നെറ്റ് GST പേബിൾ കമ്പ്യൂട്ട് ചെയ്യാം. സെറ്റ് ഓഫ് ചെയ്തിട്ട്. ക്ലിയർ ആണല്ലോ? ഇവിടെ എൻഷുർ മിനിമം ക്യാഷ് ലാബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതിന്റെ ബേസിസ് ചെയ്യാം. ഓക്കെ, ഇനി നെറ്റ് GST പേബിളിന്റെ ഫുൾ ഫ്ലെഡ്ജിൽ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കും. അതായത് ഇതിന്റെ ഫോർമാറ്റ് ഉണ്ട്, എന്തൊക്കെയാണ് ഇവിടെ വരിക, എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഫുൾ ഫോർമാറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. നാളെ ഇപ്പൊ എന്തായാലും GST ക്ലാസ് എടുക്കണം. കാരണം ഇന്നിപ്പം അധികം ടൈം എടുക്കാൻ കഴിയില്ല, എനിക്ക് വല്ലാണ്ട് തലവേദന എടുക്കുന്നു. ഓക്കെ, അപ്പൊ അതിൽ നാളെ എന്താക്കാം? ആ സംഭവങ്ങളൊക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ? നാളെ ഇപ്പൊ മാക്സിമം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ABC Limited is engaged in manufacturing of footwear.
ഓൾ ദ സപ്ലൈസ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഡിസംബർ. ഡിസംബർ മാസത്തെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാൽക്കുലേറ്റ് എലിജിബിൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ. ഡിസംബർ മാസത്തിലെ എലിജിബിൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കമ്പ്യൂട്ട് ചെയ്തിട്ട് എഴുതുക. ക്ലിയർ? നോക്കിയാൽ ഫസ്റ്റ് പർച്ചേസ്ഡ് റോ മെറ്റീരിയൽ. ഇതിൽ GST പേ ചെയ്തത് എത്ര എമൗണ്ടിനാ? 2 ലക്ഷത്തിനാണ്. ഇതിന്റെ റിമാർക്സ് എന്താ തന്നെ? റോ മെറ്റീരിയൽ were received in total 4 lot, out of which 3 lot were received in December and balance is received in February. അപ്പൊ ഇതെന്താ? ഗുഡ്സ് ആർ റിസീവ്ഡ് ഓൺ ലോട്ട് ഓർ ഇൻസ്റ്റാൾമെന്റ് ബേസിസ് അല്ലേ? ലോട്ട് ഓർ ഇൻസ്റ്റാൾമെന്റ് ബേസിസ് ആണെങ്കിൽ ITC എപ്പോഴും എടുക്കാൻ വേണ്ടി പാടുള്ളൂ ആഫ്റ്റർ റിസിപ്റ്റ് ഓഫ് ലാസ്റ്റ് ലോട്ട് ഓർ എൻഡയർ ഓൾ ലോട്ട് അല്ലേ? ഇവിടെ നമ്മൾ ഏത് മാസത്തെ കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഡിസംബർ മാസത്തിലെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ലോട്ട് എപ്പോഴും കിട്ടുന്നുള്ളൂ? ഫെബ്രുവരി മാസത്തിലേക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ITC എപ്പോഴാണ് എലിജിബിൾ ആവുക? ഫെബ്രുവരി മാസത്തിലാണ് എലിജിബിൾ ആവുക. അപ്പൊ ഇപ്പൊ നമുക്ക് ITC എടുക്കാൻ പറ്റുമോ? പ്രൊപ്പോർഷനേറ്റ് ITC എടുക്കാൻ പറ്റുമോ? പ്രൊപ്പോർഷനേറ്റ് ITC എടുക്കാൻ പറ്റുമോ? 3 ലോട്ടിന് ITC എടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ക സെറ്റ് കറക്റ്റ്. ഓക്കെ. അടുത്ത പർച്ചേസ്ഡ് ബ്രിക്സ് ആൻഡ് സ്റ്റീൽ ഫോർ ന്യൂ ഓഫീസ് ബിൽഡിംഗ്. ഇതിൽ 1 ഇൻവോയ്സ് ഓൺ വിച്ച് GST paid 60,000 ഈസ് മിസ്സിംഗ്. ബ്രിക്സ് ആൻഡ് സ്റ്റീൽ ന്യൂ ഓഫീസ് ബിൽഡിംഗിൽ ഉണ്ടാക്കാൻ വേണ്ടിക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിക്ക് പർച്ചേസ് ചെയ്തു. പക്ഷെ ഇതിൽ ടോട്ടൽ 3 ലക്ഷമായിരുന്നു ITC എമൗണ്ട്. ഇതിൽ 60,000 ഇൻവോയ്സ് മിസ്സിംഗ് ആണ്. അപ്പം എത്ര എമൗണ്ടിന്റെ ഇൻപുട്ട് നമുക്ക് എടുക്കാൻ പറ്റും? എത്ര എമൗണ്ടിന്റെ ഇൻപുട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും? 2,40,000. ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞേ, ബാക്കിയുള്ള ആൾക്കാർ ആൻസർ പറഞ്ഞേ. എന്റെ ഒരു പ്രതീക്ഷ ശരിയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് തെറ്റിക്കേണ്ടതാണ്. 2,40,000. ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞേ 3 ലക്ഷം. അടുത്തത് ആൻസർ പോരട്ടെ. എടുക്കാൻ വേണ്ടിക്ക് പറ്റുമോ? കറക്റ്റ്. ഓ, നിങ്ങൾ എന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചു. ആൻസർ കറക്റ്റ് ആക്കി. ഇത് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് അല്ലേ? 17.5 D അല്ലേ? 75 D അല്ലേ? ഓഫീസ് ബിൽഡിങ്ങിന് വേണ്ടിക്കല്ലേ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് അല്ലേ? ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇൻപുട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ ആണല്ലോ ജോസഫ്? അതിനെ നമ്മൾ ഫുള്ളി ഡിസലൗഡ് എന്ന് ഒരിക്കലും എഴുതരുത് കേട്ടോ. കവേർഡ് അണ്ടർ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആൻഡ് ITC നോട്ട് എലിജിബിൾ എന്ന് എഴുതാം. ഡിസലൗഡ് എന്ന് എഴുതരുത്. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ. സെറ്റ്. ഓക്കെ. അടുത്തത് പർച്ചേസർ ഓഫ് റോ മെറ്റീരിയൽ ബി 1,60,000. ഇതില് സർട്ടൻ ഗുഡ്സ് വർ സ്റ്റോളൻ ആണ്. ഇതില് സ്റ്റോളന്റെ ഇൻപുട്ട് 30,000 രൂപയാണ്. അപ്പൊ എത്ര ഇൻപുട്ട് എടുക്കാൻ വേണ്ടി പറ്റും? സ്റ്റോളന് 30,000 ഇൻപുട്ടിന്റെ സാധനം മിസ് ആയിട്ടുണ്ട്. അപ്പൊ എത്ര നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും? എത്ര ITC ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും? 1,30,000 ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് പർച്ചേസ് ട്രക്ക് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. 2 ലക്ഷം. ITC എടുക്കാൻ പറ്റുമോ? യെസ്, ഫുള്ളി എലിജിബിൾ ആണ്. അടുത്തത് പർച്ചേസ്ഡ് മോട്ടോർ കാർ ഫോർ മാർക്കറ്റിംഗ് ഓഫ് എംപ്ലോയീസ് 2,30,000 ബിസിനസ് പർപ്പസിനാണ് ഉപയോഗിച്ചത്. ITC എടുക്കാൻ പറ്റുമോ? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. പർച്ചേസ്ഡ് ജനറേറ്റർ 5 lakh. ഇതില് ഇൻവോയ്സ് വാസ് റൈസ്ഡ് ബൈ സപ്ലയർ ഇൻ ദ മന്ത് ഓഫ് നവംബർ ആണ്. ഹൗവർ ജനറേറ്റർ വാസ് റിസീവ്ഡ് ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ. ഓക്കെ. ഇത് നോക്കിയേ, ഇൻവോയ്സ് നവംബർ മാസത്തിലുള്ളത്, പക്ഷെ ജനറേറ്റർ റിസീവ് ചെയ്ത് ഡിസംബർ മാസത്തിലാണ്. അപ്പൊ ഏത് മാസത്തിലാണ് ഇൻപുട്ട് എടുക്കാൻ പറ്റുക? നമ്മൾ കമ്പ്യൂട്ടർ ചെയ്ത മാസത്തിലാ? ഡിസംബർ മാസത്തിലല്ലേ? അപ്പൊ ഇൻപുട്ട് എപ്പോഴും എടുക്കാൻ പറ്റുക? ഡിസംബർ മാസത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യനിലെ മന്ത് ഡിസംബർ. ഓക്കെ. അടുത്ത് പർച്ചേസ്ഡ് ഡീസൽ. അതിൽ 6,000 രൂപ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. എടുക്കാൻ വേണ്ടി പറ്റുമോ? 6,000 രൂപ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. എടുക്കാൻ പറ്റുമോ? 6,000 രൂപ എക്സൈസ് ഡ്യൂട്ടി അടച്ചതുണ്ട്. ഇൻപുട്ട് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? ബാക്കിയുള്ള ആൾക്കാരുടെ ആൻസർ എന്താ?
മെഷീന് കിട്ടണോണ്ട് പറ്റും. ബാക്കി ആൾക്കാർ ആൻസർ പറ. എടാ സധൈര്യം ഉത്തരം പറയും. നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ആ സാധനം അങ്ങോട്ട് പറയാം. ഡീസൽ. ഓക്കെ, നീ പറയൂ. ഡീസൽ ആയതുകൊണ്ട് ഡീസൽ. എനിക്കൊന്നും അറിയില്ല സാറേ, ഞാൻ പോവാണ്. അതാണോ ഉദ്ദേശിച്ചത്? എടാ ജി എസ് ടി അതെ, മാലിക്ക് കറക്റ്റ് ആൻസർ. എടാ ജി എസ് ടി മാത്രല്ലേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഡീസലിന്റെ മുകളിൽ ജി എസ് ടി വരുമോ? ഇല്ല. അപ്പം ഡീസൽ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഇൻവോയ്സിൽ ജി എസ് ടി എമൗണ്ട് ഉണ്ടാവുമോ? ഇല്ല. ജി എസ് ടി എമൗണ്ട് മാത്രമല്ലേ ഇൻപുട്ടായി ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ജി എസ് ടി എമൗണ്ട് മാത്രമേ ഇൻപുട്ടായി ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായോ? 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 ജോസഫ് മനസ്സിലായോ? മിസ്റ്റർ എക്സ് മനസ്സിലായോ? എടാ അതായത് ഈ ഡീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ ടാക്സബിൾ ഐറ്റം ആണ്. അപ്പൊ ഒരാള് ഡീസൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരിക്കലും ജി എസ് ടി ഉണ്ടാവില്ല. ഡീസൽ സെയിൽ ചെയ്താൽ ഒരിക്കലും ജി എസ് ടി ഉണ്ടാവില്ല. ഇപ്പം ജോസഫ് എനിക്ക് ഡീസൽ സെയിൽ ചെയ്തെന്ന് വിചാരിക്കും. ജോസഫ് എനിക്ക് തരുന്ന വിലയിൽ ജി എസ് ടി എമൗണ്ട് ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഡീസലിന് ജി എസ് ടി ഇല്ലല്ലോ. അപ്പൊ എനിക്ക് കിട്ടുന്ന ഇൻവോയ്സിൽ ജി എസ് ടി എമൗണ്ട് ഉണ്ടാവില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ഇൻപുട്ട് എടുക്കുക? മനസ്സിലായോ? അതിലുണ്ടാകുന്ന വാറ്റ് ആണ്. വാറ്റും എക്സസ് ഡ്യൂട്ടി. ഈ വാറ്റ് എനിക്ക് ഇൻപുട്ട് ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ജി എസ് ടി മാത്രമേ എനിക്ക് ഇൻപുട്ട് ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായോ? റിപ്പയർ പോലെ എടുക്കാൻ വേണ്ടി പാടില്ല. റിപ്പയർ പോലെ എടുക്കാൻ വേണ്ടി പാടില്ല. ഗൈസ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? തെറ്റാണോ? ഓക്കെ, ഇനി അടുത്ത് നോക്കി. ക്വസ്റ്റ് നമ്പർ 2. State with the reason whether the following statement is valid or invalid. Valid or invalid. ITC can be availed by a recipient at the time of inward supplies only after payment for the supplies made to the supplier. അതായത് സപ്ലൈക്ക് 180 days പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ മാത്രമേ, സപ്ലൈക്ക് പേയ്മെന്റ് കൊടുത്താൽ മാത്രമേ ITC എടുക്കാൻ വേണ്ടി പറ്റൂ എന്നാണ് ഇവിടെ പറയുന്നത്. കറക്റ്റ് ആണോ അല്ലയോ? സപ്ലൈക്ക് പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് കറക്റ്റ് ആണോ അല്ലയോ? കറക്റ്റ് ആണോ അല്ലയോ? നോ, കറക്റ്റ് അല്ല. കാരണം എന്താ? 16(2) പ്രകാരം 16(2) പ്രകാരം ABCDയിൽ സപ്ലൈക്ക് പേയ്മെന്റ് ചെയ്യാന്നുള്ളത് കണ്ടീഷൻ ഉണ്ടോ? ഇല്ല. സപ്ലൈക്ക് പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ എടുത്ത ITC റിവേഴ്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അടുത്തത്, person who has applied for registration within 30 days from the date on which he became liable to take registration and the grant of registration can avail ITC on input held on stock as well as capital goods. ഒരാൾ 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തലേന്നുള്ളതിന്റെ മുകളിൽ സ്റ്റോക്കിന്റെ മുകളിലും ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഇൻപുട്ട് കിട്ടും. ക്യാപിറ്റൽ ഗുഡ്സിന്റെ മുകളിൽ കിട്ടുമോ? ഇല്ല. പെർഫെക്റ്റ്. അടുത്തത്, unutilized ITC can be transferred to amalgamated company in case of change in constitution of business by way of amalgamation. ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സമയത്ത് ഇൻപുട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റും. ഏത് ഫോം ഫയൽ ചെയ്യണം? ഏത് ഫോം ഫയൽ ചെയ്യണം? ITC 02 ഫയൽ ചെയ്യണം. CA-CMA സർട്ടിഫിക്കേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് എമൗണ്ട് മാൻഡറ്ററി ആണോ അല്ലയോ? CA-CMA സർട്ടിഫിക്കേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് എമൗണ്ട് മാൻഡറ്ററി ആണോ അല്ലയോ? മാൻഡറ്ററി ആണ്. പെർഫെക്റ്റ്. സെറ്റ്. ഓക്കെ, അടുത്തത്, ITC shall be eligible on goods supplied as a gift to charitable institution. ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് ഗുഡ്സ് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ITC എടുക്കാണ്ട് പറ്റുമോ? ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ITC എടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഫ്രീ ആയിട്ട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊടുത്തതെങ്കിലോ? ഫ്രീ ആയിട്ട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊടുത്തതെങ്കിലോ എടുക്കാൻ പറ്റുമോ? നോ, still not eligible. അടുത്തത്, a person paying tax under composition scheme is eligible to avail ITC on inward supply. കോമ്പോസിഷൻ ഡീലർക്ക് അയാളുടെ ഇൻവാർഡ് സപ്ലൈസിന് മുകളിൽ ITC എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ABC Limited as purchased mold for ₹15 lakh on 26/5/2018. ITC was immediately availed on 12/19. Mold was sold for
11,90,000 സെയിൽ ചെയ്യാം. രണ്ടാമത്തത് 4 ലാഖിന് ആസ് എ സ്ക്രാപ്പ് ആയിട്ട് സെയിൽ ചെയ്യാം. ഈ രണ്ടിന്റെ സമയത്തുള്ള ഔട്ട്പുട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാം. ചെയ്തോ? ഔട്ട്പുട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തോ? നമ്മൾ എങ്ങനെയാ നോക്കേണ്ടത്? സെക്കൻഡ് ഹാൻഡ് ആയിട്ട് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നോക്കണം. IT സ്റ്റാബിളിൽ -5% ക്വാർട്ടർ, അല്ലെങ്കിൽ സെയിൽ എമൗണ്ട് മുതലുള്ള ടാക്സ് വിച്ച് ഹയർ നോക്കുക. ആസ് എ സ്ക്രാപ്പ് ആണെങ്കിൽ, മോൾഡ് ആസ് എ സ്ക്രാപ്പ് ആണെങ്കിൽ, ഇവിടെ മോൾഡ് അല്ലേ, മോൾഡ് ആണ്. മോൾഡ് ആസ് എ സ്ക്രാപ്പ് ആണെങ്കിൽ സെയിൽ എമൗണ്ട് മുകളിലുള്ള ടാക്സ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്താൽ മതി. ചെയ്തോ? ചെയ്യുക, ആൻസർ പറയാം. രണ്ടാമത്തെ മാത്രമല്ല, രണ്ടും ചെയ്യും. സെക്കൻഡ് ഹാൻഡും ചെയ്യും, സ്ക്രാപ്പും ചെയ്യും. ഓക്കെ, ഇത് ചോദിച്ചത് സ്ക്രാപ്പിനാണ് രണ്ടാമത്തെ മാത്രമല്ലേ എന്നല്ലേ? അതെ 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 അതെ. അത് നിങ്ങൾ ചെയ്യേ. നൈറ്റ് വരുന്നേ.
ഒരു ആൻസർ കിട്ടിയാ? എടാ എത്ര ആൻസർ കിട്ടേ? 2,14,272 കിട്ടിയ. എത്ര ക്വാർട്ടർ എടുത്തത്? ഇതിൽ എത്ര ക്വാർട്ടർ ഉണ്ട്? 6 ക്വാർട്ടർ. അപ്പൊ 30% മൈനസ് ചെയ്യണം. അപ്പം 15 ലക്ഷത്തിന് മുകളിൽ എത്ര ടാക്സ് ഉള്ളത്? 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,70,70,000 ഇൻപുട്ട് ഉണ്ടാവാം. അതിനൊന്ന് 30% മൈനസ് ചെയ്താൽ 1,89,000. അതാണ് 5% പെർ ക്വാർട്ടർ റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട്. പിന്നെ സെയിൽ എമൗണ്ട് എത്രയാ? 11,90,000. അതിന്റെ 18% 2,14,200. ഇതിൽ വിച്ച് ഹയർ 2,14,200 വരും. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തത് സെയിൽ സോൾഡ് സ്ക്രാപ്പ് ആണെങ്കിൽ 4 ലക്ഷത്തിന്റെ മുകളിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. അത് 72,000 ആണ്. ഓക്കെ. ഈ 2,14,200 അല്ലാണ്ട് വേറെ ആൻസർ ആർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ? 2,43 എങ്ങനെ കിട്ടിയത്? 2,43 എങ്ങനെ കിട്ടിയത്? 2,43 എങ്ങനെ കിട്ടിയത്? എടാ അത് ശരിയായോ? അത് കിട്ടിയോ? കറക്റ്റ് ആയോ? ഡേറ്റ് 2018 കണ്ട്. ആ ഓക്കെ 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 ഓക്കെ, മനസ്സിലായി. ആ ഇയർ നോക്കില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് നമ്മുടെ അടുത്ത് വരാൻ പോവാന്നുള്ളത്? അതായത് നമുക്ക് എക്സാമിന് പോകുമ്പോൾ ഓർമ്മയുണ്ടോ, ഞാൻ ഇന്ന മണ്ടത്തിലേക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ, ഞാൻ എക്സാമിന് ഹാളിലുള്ളത്, ഇതൊന്നും ഞാൻ ചെയ്യൂല എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് വേണം. അപ്പൊ ആദ്യം നമ്മൾ എന്താക്കുക, എന്തൊക്കെ മണ്ടത്തിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നോക്കി വെക്കുക. ക്ലിയർ? അപ്പൊ നമുക്ക് എപ്പോഴും മനസ്സിലാവുള്ളൂ, നമ്മൾ ചെയ്ത് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെ മണ്ടത്തിലാണ് പറ്റുമെന്നുള്ളത്. ബേസിക്സ് കോൺസെപ്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത്, പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ക്ലിയർ നമുക്ക് കിട്ടുക. ഓക്കെ. ബൾബ് ലൈറ്റ്, ഇപ്പം ബൾബ് കത്തിയാ? ബൾബ് കത്തിയാ? യെസ് യെസ് യെസ്. ഓക്കെ. അപ്പോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ. അപ്പോ ഇനി നമുക്ക് അക്കൗണ്ട്സ് റെക്കോർഡ്സിന്റെ ചെറിയ ചാപ്റ്റർ ഉണ്ട്, അതുകൂടി എടുത്ത് നമുക്ക് വീണ്ടും ആക്കാം. അക്കൗണ്ട്സ് റെക്കോർഡ്സിന്റെ ചെറിയൊരു ചാപ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഓക്കെ. അതേപോലെ എക്സംഷന്റെ ചാപ്റ്ററിൽ ഒരു 2 പോയിന്റ് ഉണ്ട്. അതായത് നമ്മളൊരു ബിസിനസ്, ഈ ബിസിനസിന്റെ ഒരു യൂണിറ്റ് നമ്മൾ അങ്ങനെ തന്നെ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. അതിന്റെ മുകളിൽ ടാക്സ് ഇറക്കേണ്ട ആവശ്യമില്ല. ഒരു ബിസിനസിന്റെ യൂണിറ്റ് അതേപോലെ വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിൽ ടാക്സ് ഇറക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ബിസിനസ് എക്സിബിഷൻ ഓർഗനൈസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അതിന് എക്സിബിഷൻ കിട്ടും. ബിസിനസ് ഓർഗനൈസ് എക്സിബിഷൻ ഓർഗനൈസിംഗ് സർവീസസ് ഔട്ട്സൈഡ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എക്സിബിഷൻ കിട്ടും. ഓക്കെ.
ഇനി ഇത് കൂടാതെ നിങ്ങളുടെ മെറ്റീരിയൽ എക്സംഷന്റെ ചാപ്റ്റർ നിങ്ങളുടെ മെറ്റീരിയൽ ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ടാവും. ചില ഇൻഷുറൻസിന് എക്സംഷൻ കിട്ടുന്നത്, ചില സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സംഷൻ കിട്ടും. ഇതുപോലത്തെ ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ എല്ലാ പോയിന്റ്സും നമ്മൾ എന്തായാലും വായിച്ചു നോക്കണം. എല്ലാ പോയിന്റ്സും നമ്മൾ എന്തായാലും വായിച്ചു നോക്കണം. നമുക്ക് ഒരിക്കലും ഇതാണ് ഇമ്പോർട്ടന്റ്, ഇതാണ് നോട്ട് ഇമ്പോർട്ടന്റ് നമുക്ക് പക്ക പറയാൻ വേണ്ടി കഴിയും. ഇപ്പൊ ചില അറ്റംപ്റ്റിൽ നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊവിഷൻ തരും. അപ്പൊ നമുക്ക് അത് അറിയില്ലെങ്കിൽ കംപ്ലീറ്റ് ആൻസറിൽ ലാസ്റ്റ് ഫൈനൽ ആൻസറിൽ തെറ്റ് വരും. ക്ലിയർ ആണല്ലോ? ബട്ട് നമുക്ക് സബ് മാർക്ക് കിട്ടുമെങ്കിൽ കൂടി ഫൈനൽ ആൻസറിൽ തെറ്റ് വരും. അപ്പൊ എല്ലാം എന്താക്കണം, നമ്മൾ വൺ ടൈം വായിച്ചു നോക്കണം. അതേപോലെ ഇപ്പം നിങ്ങൾ ഓരോ പുസ്തകം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു എക്സംഷൻ കിട്ടുകയാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന എക്സംഷൻ ആണ്. ആ എക്സംഷന്റെ ഡീറ്റെയിൽസ് എന്താക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താക്കാം, നിങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ആക്കുക. നിങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ആക്കുമ്പോൾ എന്തായി, അത് ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടി കിട്ടും. ക്ലിയർ ആയോ? അതുപോലെ ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടുമ്പോൾ അവർ എന്താക്കുക, ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ആക്കുക. അല്ല, നമ്മളിപ്പം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി കവർ ആക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിരിക്കും. ഓക്കെ, പക്ഷെ എല്ലാവരും വിചാരിക്കുമ്പോൾ എല്ലാവരും അവരുടേതായ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ ബെനിഫിറ്റ് എന്നാ എല്ലാവർക്കും ഒറ്റയടിക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് എന്താക്കും, ആ ബെനിഫിറ്റ് കിട്ടും. ക്ലിയർ ആവും? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താക്കാം, ഗ്രൂപ്പ് മാക്സിമം അതിനു വേണ്ടി എന്താക്കാം, യൂസ് ആക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് നോക്കാം. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിന്റെ ഒരു നോട്ട് ഉണ്ട്, അത് ഞങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്ത് തരാം. ഇപ്പത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ITCയുടെ ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്ത് തരാം. എടാ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക് ബ്രേക്ക് വേണമെന്നുണ്ടോ? ക്ലാസ് കഴിഞ്ഞിട്ടാ? ഓക്കെ. വീണ്ടും 76. പിന്നല്ല. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് ടാക്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് GST ഒക്കെ ചെറിയ ടൈമിനുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈസി അല്ല ടാക്സ്? ഈസി അല്ല, കോംപ്ലിക്കേറ്റഡ് ആണോ ടാക്സിന്റെ പേപ്പർ? കോംപ്ലിക്കേറ്റഡ് ആണോ? അഗ്രിഗേറ്റ് കളിയണ മഹാൻ. ടാക്സിന്റെ പേപ്പർ ആണെങ്കിൽ അഗ്രിഗേറ്റ് കളിയല്ലേ? ഞാൻ കണ്ടെടുത്തോളം എല്ലാവർക്കും ലോന്റെ പേപ്പർ ആണല്ലോ. കാരണം ഇവിടെ നിക്കണേ. ലോക്ക് സെറ്റ് ആണ് അല്ലേ? എല്ലാരും നിന്റെ ഡയലോഗിന് സപ്പോർട്ട് ആണല്ലടാ. എല്ലാവർക്കും ഇത് തന്നെയാണ് സിറ്റുവേഷന്. എല്ലാവർക്കും ഇങ്ങനെയാണ് സിറ്റുവേഷൻ അല്ലേ? പക്ഷെ എന്തായാലും ഇപ്പൊ ഞാൻ കണ്ടിടത്തോളം പിള്ളേർക്കൊക്കെ ടാക്സിന് എക്സംഷൻ കിട്ടാറുണ്ട് കേട്ടോ. എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴൊക്കെ പിള്ളേർ മെസ്സേജ് അയക്കാറുണ്ട്, ടാക്സ് എക്സംഷൻ കിട്ടിയെന്നുണ്ട്, ടാക്സ് മാർക്ക് സ്കോറിംഗ് ആന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ. ഓ, മതി മതി മതിയേ. ഇപ്പൊ GST
ചെറുതായിട്ടൊരു പരിചയക്കാരനായിട്ടോ. ഓക്കെ. പ്രഭാസ് ഏതാണ്? അതെ, ഒരു പേപ്പർ എന്തായാലും നമുക്ക് എക്സംഷൻ സ്കോർ ആക്കണം. ഒരു പേപ്പർ എക്സംഷൻ സ്കോർ ആക്കണം, എങ്കിൽ മാത്രം നമുക്ക് സെറ്റ് ആവുള്ളൂ. ഓക്കെ. ഇത്തവണ ടാക്സ് ആക്കും, സെറ്റ്. ഇത്തവണ നമ്മള് ടാക്സ് ആക്കും, സെറ്റ് സെറ്റ് സെറ്റ്. ഞാന് മറ്റേ ഫസ്റ്റത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മള് റിസൾട്ട് വന്ന് എല്ലാവരും എക്സാംഷൻ അടിച്ചിട്ട് നമ്മളൊരു കൂടുതൽ അങ്ങോട്ട് കൂടും, ഒരുമിച്ച് കൂടല്. ഓക്കെ. മാർക്ക് ലിസ്റ്റ് വഴി നെയിം റിവീൽ സാറിന് അയച്ചു തരാം, സെറ്റ്. അത് പവർ, അത് പവർ, അത് പവർ കേട്ടോ, അത് പവർ. ഓക്കെ. ഓക്കെ. എന്തായാലും ഇൻഷാല്ലാ ഈ ജനുവരി അറ്റംപ്റ്റ് നമ്മുടെ അറ്റംപ്റ്റ് ആണ്. ഈ ജനുവരി നമ്മുടേതാ. ഓക്കെ. അല്ല പിന്നെ സെറ്റ്. വാ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഈ അക്കൗണ്ട്സ് റെക്കോർഡ്സ് വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. നോക്കാം. അക്കൗണ്ട്സ് റെക്കോർഡ്സ്. അപ്പം എന്താണ് ഈ അക്കൗണ്ട്സ് റെക്കോർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്? എന്തിനാണ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി പറയുന്നത്? ഒറ്റ മിനിറ്റ്, ഞാൻ ഒന്ന് ചാർജർ എടുക്കട്ടെ, ചാർജർ എടുക്കട്ടെ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. പറ, എന്തിനാണ് അക്കൗണ്ട്സ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്? ശരിക്കും ഇതിൽ പറഞ്ഞു എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ മെയിൻറ്റെയിൻ ഇസ് ദെയർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസിലും അതുപോലെ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസിലും രണ്ട് സ്ഥലത്തും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. എന്തിനാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ടാക്സ് അടക്കാൻ വേണ്ടി നമ്മൾ ബാധ്യസ്ഥനാണ്. നമ്മൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ GST ഡിപ്പാർട്ട്മെന്റിന് അറിയണ്ടേ നമ്മൾ ടാക്സ് അടച്ചത് കറക്റ്റ് ആണോ ഇല്ലയോ, നമ്മൾ എന്തെങ്കിലും ഫ്രോഡ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് ടാക്സ് അടക്കാതിരുന്നിട്ടുണ്ടോ, സപ്ലൈ ചെയ്തിട്ട് ടാക്സ് അടക്കാതിരുന്നിട്ടുണ്ടോ, ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലാവണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എവറി രജിസ്റ്റേർഡ് പേഴ്സൺ, എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും താഴെ പറയുന്ന ഡീറ്റെയിൽസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. എന്തൊക്കെ? പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിംഗ് ഓഫ് ഗുഡ്സ്, ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ. ഇത്രയും കാര്യങ്ങൾ എന്താക്കണം? ഇവർ നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യണം. അപ്പൊ ഒരു ഒന്നിൽ നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മളൊരു ബിസിനസ്സിൽ മാനുഫാക്ചർ നടത്തുന്നത് നമ്മൾ എന്താക്കണം? പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ ഓഫ് ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണം. അപ്പൊ അതൊരു ഡിപ്പാർട്ട്മെന്റ് എന്ത് മനസ്സിലാവണം? നമ്മൾ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്ര സെയിൽ ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കണ്ടേ. അപ്പൊ ഡീറ്റെയിൽസ് ഓഫ് ഇൻവാർഡ് പർച്ചേസ് ആൻഡ് ഔട്ട്വാർഡ് പർച്ചേസിന്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണം. ഔട്ട്വാർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണം. അടുത്തത് നമ്മളെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണ്ടേ. അതിനുവേണ്ടി സ്റ്റോക്ക് ഓഫ് ദ ഗുഡ്സ് കീപ്പ് ചെയ്യണം. എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തിട്ടുണ്ട്, എത്ര ഔട്ട്പുട്ട് ടാക്സ് പേ ചെയ്യാനുണ്ട്, അതിൽ എത്ര പേ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്താക്കണം? ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാണ്. ക്ലിയർ ആണോ? അപ്പം ഓക്കെ, മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് നമുക്ക് കീപ്പ് ചെയ്യണം. ഇൻവാർഡ് ഔട്ട്വാർഡ് സപ്ലൈ കീപ്പ് ചെയ്യണം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓക്കെയാണ്, ഔട്ട്പുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓക്കെയാണ്. എന്തിനാണ് സ്റ്റോക്ക് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്? എന്തിനാണ് സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്? എന്തിനായിരിക്കും സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്? നിങ്ങളിപ്പോ പ്രാക്ടിക്കലി കണ്ടിട്ടുണ്ടോ? അതായത് ഏതൊരാൾക്കാർക്കും പ്രോഫിറ്റിൽ കാര്യങ്ങൾ സെയിൽസ് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് വേ എന്താണെന്ന് അറിയോ? സ്റ്റോക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് വേ സ്റ്റോക്കിന്റെ എമൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ക്ലോസ് സ്റ്റോക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്താവുക? ക്ലോസ് സ്റ്റോക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്താവുക? പ്രോഫിറ്റ് കൂടും. ക്ലോസ് സ്റ്റോക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താവുക? പ്രോഫിറ്റ് കുറയും. അതേപോലെ സ്റ്റോക്ക് എന്തിനാണ് കീപ്പ് ചെയ്യുന്നത്?
സ്റ്റോക്കിന്റെ റെക്കോർഡ്സ് എന്തിനാ കീപ്പ് ചെയ്യുന്നത്? ചില ആൾക്കാർ എന്താക്കുന്ന അറിയോ? ചില ആൾക്കാർ 10 യൂണിറ്റ് പർച്ചേസ് ചെയ്ത് 10 യൂണിറ്റ് പർച്ചേസ് ചെയ്തതിൽ 8 യൂണിറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടാവും. 8 യൂണിറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോസ് സ്റ്റോക്ക് എത്ര ഉണ്ടാവുക? 2 യൂണിറ്റ് ആണല്ലോ. ക്ലോസ് സ്റ്റോക്ക് 2 യൂണിറ്റ് അല്ലേ ഉണ്ടാവേണ്ടത്? ആണ്. ഓക്കെ. ഇനി അടുത്ത കേസിൽ പക്ഷെ ഇവർ എന്താക്കുന്ന അറിയോ? ഇവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സെയിൽ ചെയ്തത് കാണിക്കൂല. 8 യൂണിറ്റ് സെയിൽ ചെയ്തതിന് പകരം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എത്ര യൂണിറ്റ് കാണിക്കുള്ളൂ? ഒരു 4 യൂണിറ്റ് സെയിൽ ചെയ്തത് പറഞ്ഞിട്ട് കാണിക്കുള്ളൂ. ഇപ്പൊ 4 യൂണിറ്റ് സെയിൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ അക്കൗണ്ട്സ് 10 യൂണിറ്റ് ഉണ്ടായതിൽ 4 യൂണിറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 6 യൂണിറ്റ് ബാക്കി ഉണ്ടാവണം. ഇപ്പൊ GST ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കും എത്ര സ്റ്റോക്ക് ഉണ്ട്. സോഫ്റ്റ്വെയർ നോക്കുമ്പോൾ എന്താ 10 യൂണിറ്റ് പർച്ചേസ് ചെയ്തതിൽ 4 യൂണിറ്റ് സെയിൽ ചെയ്ത് ബാക്കി 4 യൂണിറ്റ് സെയിൽ ചെയ്ത് കാണിച്ചിട്ടില്ല, ഇൻവോയ്സിൽ കാണിച്ചിട്ടില്ല, അക്കൗണ്ട്സിൽ കാണിച്ചിട്ടില്ല. എന്തിന്? ടാക്സ് അടക്കാതിരിക്കാൻ വേണ്ടിക്ക്. അപ്പം 4 യൂണിറ്റ് സെയിൽ ചെയ്തത് കാണിച്ചിട്ടുള്ളൂ. ഇപ്പൊ ബുക്സ് നോക്കുമ്പോൾ 6 യൂണിറ്റിന്റെ സ്റ്റോക്ക് വേണം. ഇവർ എന്താക്കും? നേരെ ഫിസിക്കലി ചെക്ക് ചെയ്യും. ഫിസിക്കലി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ 6 യൂണിറ്റ് ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? 10 യൂണിറ്റിൽ 8 യൂണിറ്റ് ഇവർ സെയിൽ ചെയ്തിട്ടില്ലേ? അപ്പൊ അവിടെ ഇവർ ഫിസിക്കലി നോക്കുമ്പോൾ 2 യൂണിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ 6 യൂണിറ്റ് ഉണ്ട്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും എവിടെടാ നിന്റെ കണക്ക് പ്രകാരം 6 യൂണിറ്റ് വേണം, ഇവിടെ 2 യൂണിറ്റ് ഉള്ളൂ, ബാക്കി 4 യൂണിറ്റ് എവിടെ? 4 യൂണിറ്റ് നീ സെയിൽ ചെയ്തിട്ട് അതിന്റെ ടാക്സ് ഔട്ട്പുട്ട് ടാക്സ് അടക്കാതിരുന്നതല്ലേ എന്ന് ചോദിച്ച് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ പൊക്കും. മനസ്സിലായോ? അപ്പൊ ഇത് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് എന്താക്കണം? അവിടെ കീപ്പ് ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസും പിന്നെ അവിടെ ഫിസിക്കലുള്ള സ്റ്റോക്കും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിൽ മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടി ഡിപ്പാർട്ട്മെന്റ് എടുക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി അടുത്ത് ശ്രദ്ധിക്കുക. ഒരു കോമ്പോസിഷൻ ഡീലറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഔട്ട്പുട്ട് ടാക്സ് ചെറിയ റേറ്റിൽ അടക്കുന്നത്. അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുണ്ടോ? ഇല്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർ എന്താക്കേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് ഓഫ് ദി ഗുഡ്സും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസും ഔട്ട്പുട്ട് ടാക്സിന്റെ ഡീറ്റെയിൽസ് എന്താക്കേണ്ട ആവശ്യമില്ല. അവർ മെയിൻറ്റെയിൻ ചെയ്യണം നിർബന്ധമില്ല. ക്ലിയർ ആണോ? അപ്പം നോർമലി ജനറലി ഇത്ര കാര്യങ്ങളാണ് കീപ്പ് ചെയ്യേണ്ടത്. എന്തൊക്കെ? പ്രൊഡക്ഷൻ ഓഫ് മാനുഫാക്ചറിംഗ് ഓഫ് ഫുഡ്സ് കീപ്പ് ചെയ്യണം, ഇൻവാർഡ് ആൻഡ് ഔട്ട്വാർഡ് സപ്ലൈന്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണം, ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും സ്റ്റോക്ക് ഓഫ് ദി ഗുഡ്സും. ക്ലിയർ. പക്ഷേ സ്പെസിഫിക് പേഴ്സൺസ് അവരുടെ ബിസിനസ് എന്താണോ അത് കണക്കായിട്ടുള്ള സ്റ്റോക്ക് ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണം. ഓക്കെ. ഇപ്പൊ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സിൽ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാകുന്ന സംഭവം റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതുണ്ടാവും, മന്ത്ലി പ്രൊഡക്ഷന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, എത്ര ഇൻപുട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര ഔട്ട്പുട്ട്, എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടായിട്ടുണ്ട്, എത്ര ഡീറ്റെയിൽസ് ഇപ്പൊ ഓൺ പ്രോസസ്സിംഗിൽ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവർ കീപ്പ് ചെയ്യണം. ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യമാണല്ലോ. മാനുഫാക്ചറർ എന്താക്കണം? അവരുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് ഇൻപുട്ട് യൂസ്ഡ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കീപ്പ് ചെയ്യണം. ഇനി സർവീസ് പ്രൊവൈഡർ ആണെങ്കിലോ സർവീസ് പ്രൊവൈഡർ ഇവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഗുഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണം. അതിനൊരു ഏജന്റ് ആണെങ്കിലോ ഓതറൈസേഷന്റെ സംഭവങ്ങൾ വേണം. എത്ര ഡിസ്ക്രിപ്ഷൻ, വാല്യൂ, സപ്ലൈ, എത്ര സാധനങ്ങൾ ഓൺ ബിഹാഫ് ഓഫ് പ്രിൻസിപ്പിൾ സെയിൽ ചെയ്തിട്ടുണ്ട്, ഇയാളുടെ സ്വന്തം സാധനം സെയിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് എന്താക്കണം? കീപ്പ് ചെയ്യേണ്ടി വരും. വർക്ക്സ് കോൺട്രാക്ട് ആണെങ്കിൽ എത്ര സർവീസ് ഇയാൾ റിസീവ് ചെയ്തിട്ടുണ്ട്, എത്ര ഗുഡ്സ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താക്കേണ്ടി വരും? വർക്ക്സ് കോൺട്രാക്ട് കീപ്പ് ചെയ്യേണ്ടി വരും. ഇനി ഒരാളുടെ ബിസിനസ് വെച്ച് കഴിഞ്ഞാൽ വെയർ ഹൗസിംഗ് സർവീസാ. സർവീസ് പ്രൊവൈഡ് ബൈ വെയർ ഹൗസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് എന്താ വരിക? അയ്യോ സാറേ, അക്കൗണ്ട്സ് റെക്കോർഡ്സ് അല്ലേ നമ്മളിപ്പോ പഠിക്കുന്നത്, എക്സംഷൻ അല്ലല്ലോ. സർവീസ് പ്രൊവൈഡ് ബൈ വേ ഓഫ് വെയർ ഹൗസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് എന്താ വരിക? എന്താ വരിക? അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് എന്താ വരിക? ടാക്സബിൾ ആണോ എക്സംപ്റ്റഡ് ആണോ? ആഹാ, എല്ലാരും മാസ് ഡയലോഗ് ഒക്കെ ഇട്ടിട്ട് പോയോ? എക്സംപ്റ്റഡ്. വെയർ ഹൗസിംഗ് ഓഫ് റൈസോ, വെയർ ഹൗസിംഗ് ഓഫ് റൈസോ, വെയർ ഹൗസിംഗ് ഓഫ് റൈസ് എക്സംപ്റ്റഡ്. വെയർ ഹൗസിംഗ് ഓഫ് ഷുഗറോ, വെയർ ഹൗസിംഗ് ഓഫ് ഷുഗറോ ടാക്സബിൾ. പൾസസ് സിറിയലോ, പൾസസ് സിറിയലോ എക്സംപ്റ്റഡ്. ഓഫ്, പെർഫെക്റ്റ് പെർഫെക്റ്റ്. ഓക്കെ. അപ്പം വെയർ ഹോസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചൊക്കെ ഇയാൾ എന്തൊക്കെ കീപ്പ് ചെയ്യേണ്ടി വരും? ഇയാൾ വെയർ ഹോസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ ഗുഡ്സ് ആണ് ഇയാൾ വെയർ ഹോസ്റ്റിംഗ് ചെയ്തതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടേ, അതിന്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടേ, ഈ സാധനം എപ്പോഴാണ് ഇവിടെ കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടേ, ഇതിൽ നിന്നും എത്ര യൂണിറ്റ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്താക്കണം? ഓണർ ഓഫ് വെയർ ഹോസ്റ്റിംഗ് കീപ്പ് ചെയ്യണം. മനസ്സിലായോ? ഇനി അടുത്തത് കസ്റ്റോഡിയൻ ഓർ ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജന്റ്. ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജന്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കസ്റ്റംസിലൊക്കെ ഇമ്പോർട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ
ഇമ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാല് അവിടെ കസ്റ്റംസിലെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിക്ക് ഒരു ക്ലിയറിംഗ് ഏജന്റ് ഉണ്ടാവും കസ്റ്റംസിലൂടെ കാര്യങ്ങളൊക്കെ അടക്കാൻ വേണ്ടിക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളെന്താക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണം തെറ്റാണോ ഓക്കെ ആണോ ക്ലിയർ ഓക്കെ 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 ഇനി അടുത്തത് എങ്ങനെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് മാനുവലി ഓർ ഇലക്ട്രോണിക് മോഡ് കീപ്പ് ചെയ്യണം പക്ഷെ ഇലക്ട്രോണിക് ആണെങ്കിൽ ഇതിന്റെ പ്രോപ്പർ ബാക്കപ്പ് എന്താക്കണം എടുത്തു വെക്കണം ക്ലിയർ ആണല്ലോ അതുപോലെ ഓഡിറ്റ് ട്രയൽ ഹാസ് ടു ബി മൈൻഡഡ് ഫോർ എനി ചേഞ്ചസ് ഓർ എഡിറ്റിംഗ് റെക്കോർഡ്സ് ഈ ഓഡിറ്റ് ട്രയൽ എന്താ ഓഡിറ്റ് ട്രയൽ നമ്മളിപ്പോ ടാലിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം ഇപ്പൊ ഞാനൊരു എൻട്രി ഇട്ട് എന്റെ താഴെയുള്ള വേറൊരു അക്കൗണ്ടന്റ് വന്നിട്ട് ആ എൻട്രി എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ എക്സാമ്പിൾ പറയാൻ ഞാൻ എൻട്രി ഇട്ടിട്ടുണ്ട് പിന്നെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 1 lakhന്റെ എൻട്രി ഇട്ട് അതിന്റെ അടുത്ത് എന്നാ എന്റെ ബിസിനസ്സിലേക്ക് 1 ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തിയിട്ട് 1 ലക്ഷം രൂപയുടെ ക്യാഷ് വന്നിട്ടുണ്ട് വേറൊരു അക്കൗണ്ട് വന്നിട്ട് എന്താക്കിയെന്ന് അറിയോ ഈ സാധനം എഡിറ്റ് ചെയ്തിട്ട് നേരെ 80,000 ആക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് ക്യാഷ് 80,000 കിട്ടിയിട്ടുണ്ട് സെയിൽസ് 80,000 വന്നിട്ടുണ്ട് ഇയാൾക്ക് എന്താക്കാം ഈ 20,000 എടുത്തിട്ട് പോവാം മനസ്സിലായോ ക്യാഷ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ ബാങ്കിലാണെങ്കിലും ഓക്കെ നമുക്ക് എടുത്തിട്ട് പോയാൽ മനസ്സിലാവും ക്യാഷ് എടുത്തിട്ട് പോയാൽ മനസ്സിലാവോ ഇല്ലല്ലോ അപ്പം ഇത് ഇയാൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത് ഓഡിറ്റ് ട്രയൽ വെച്ചിട്ട് എന്താക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ ഇട്ട ജേണൽ എൻട്രി വേറെ ആരെങ്കിലും അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ ആണോ മനസ്സിലാക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്താ പറഞ്ഞത് ഇലക്ട്രോണിക് മോഡ് ആണെങ്കിൽ പ്രോപ്പർ ഓഡിറ്റ് ട്രയൽ കീപ്പ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആണോ ഓക്കെ ആണോ ഇനി അടുത്തത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്ര കാലം കീപ്പ് ചെയ്യണം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്ര കാലം കീപ്പ് ചെയ്യണം നോർമലി ബുക്സ് ഇതാണ് നമുക്ക് ഒരു MCQ ടെസ്റ്റ് വേണ്ടി ചാൻസ് ഉള്ളത് ഓക്കെ അല്ലെങ്കിൽ തിയറി ടെസ്റ്റിൽ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ളത് ഇതാണ് അതേപോലെ തന്നെ ഓരോ സ്പെഷ്യൽ കേസിൽ എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടത് ജനറൽ എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇവിടെ നോക്കിയാൽ നോർമലി ഡ്യൂ ഡേറ്റ് ഓഫ് ആനുവൽ റിട്ടേൺ അവിടുന്ന് അങ്ങോട്ട് 72 മാസമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് ഡ്യൂ ഡേറ്റ് ഓഫ് ആനുവൽ റിട്ടേൺ അവിടുന്ന് അങ്ങോട്ട് 72 മാസമാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കും ഈ ഡ്യൂ ഡേറ്റ് ഓഫ് ആനുവൽ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 ഡിസംബർ ആട്ടോ 31 ഡിസംബർ ആണ് 1/7/2024 ഒരു ഇൻവോയ്സ് ഉണ്ട് 1/7/2024 ഇൻവോയ്സ് 1/4/24 ഇൻവോയ്സിന്റെ ഡേറ്റ് എപ്പോഴാണ് 1/7/24 ഇൻവോയ്സ് ഇതിന്റെ ഫിനാൻഷ്യൽ ഇയർ എപ്പോ കംപ്ലീറ്റ് ആവും 31/3/25 ഓക്കെ അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇയർ 24-25 റെക്കോർഡ്സ് ഏതൊരു കീപ്പാണ് നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ ഇയർ 24-25 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂ ഡേറ്റ് ഫിനാൻഷ്യൽ ഇയർ 24-25 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് എപ്പോഴാ 31 ഡിസംബർ 2025 ആനുവൽ റിട്ടേൺ ഡ്യൂ ഡേറ്റ് ക്ലിയർ ആണല്ലോ ഇനി ആനുവൽ റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റിൽ നിന്നും എത്ര മാസം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണമെന്നാ പറഞ്ഞത് 72 മാസം ഇപ്പൊ 72 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ ഡേറ്റ് വരുക 72 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ ഡേറ്റ് വരിക 2025 അങ്ങോട്ട് 72 മാസം എത്ര 72 മാസം എത്ര കൊല്ലം 6 കൊല്ലം 25 26 27 28 29 30 31 അപ്പം ഇത് നമ്മൾ എന്താക്കണം 31/12/2026 വരെ എന്താക്കണം ഞാൻ എന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം മനസ്സിലായോ 2031 അല്ല 2031 സോറി 2031 വരെ എന്താക്കണം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം വിശന്നിട്ടാന്ന് തോന്നുന്നു ആൻസർ ഒക്കെ തെറ്റുന്നു 31/12/2031 വരെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം ക്ലിയർ ആണല്ലോ ഓക്കെ പക്ഷേ നോർമൽ ഇങ്ങനെയാണ് പക്ഷേ ഏതെങ്കിലും ഒരു പീരിയഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടീസ് വന്നെന്ന് വിചാരിക്കും ഇപ്പൊ 2024-25 നോർമൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് അതിന്റെ ഡ്യൂ ഡേറ്റ് ഓഫ് ആനുവൽ റിട്ടേണിൽ നിന്നും 72 മാസമാണ് ഇതാണ് 31/12/2031 ക്ലിയർ ആണല്ലോ പക്ഷേ ഈ ഫിനാൻഷ്യൽ 24-25 ബന്ധപ്പെട്ട നോട്ടീസ് വന്നു നോട്ടീസ് വന്നപ്പോ ഞാൻ ആ നോട്ടീസിനെ എതിർത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു നീ ഫ്രോഡ് നടത്തിയിട്ടുണ്ട് നീ ടാക്സ് വെട്ടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ടാക്സ് വെട്ടിച്ചിട്ടില്ല ഡിപ്പാർട്ട്മെന്റ് 8% ടാക്സ് വെട്ടിച്ചിട്ടുണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പീലിന് പോയി പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോയി അവസാനം കോടതിയും കേസും കാര്യങ്ങളൊക്കെ ആയി
അവസാനം ഈ സാധനം ഡിസ്പോസ് ചെയ്യൂലേ, അവസാനം ഈ സാധനം ഡിസ്പോസ് ചെയ്യല്ലോ, ഡിസ്പോസ് ചെയ്ത് 1 വർഷം കൂടി എന്താക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പീലും കാര്യങ്ങളും കേസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, 72 മാസം വരെ ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തത്. പക്ഷേ ആ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നോട്ടീസോ അപ്പീലോ കോർട്ട് പ്രൊസീഡിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണോ ഡിസ്പോസ് ചെയ്യുന്നത് അവിടുന്ന് 72 മാസം വരെ കീപ്പ് ചെയ്യണം. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഫിനാൻഷ്യൽ 24-25 ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഒരു ഫ്രോഡ് അല്ലെങ്കിൽ നോട്ടീസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫുള്ള് കേസും പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ ആയി അവസാനം ഈ കേസ് ഡിസ്പോസ് ചെയ്തത് 30/7/2031 കേസ് ഡിസ്പോസ് ചെയ്തത്. 30/7/31 കേസ് ഡിസ്പോസ് ചെയ്തെങ്കിലോ ആ ഡിസ്പോസ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് 1 വർഷം കൂടി എന്താക്കണം, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. 1 ഇയർ. ആ 1 ഇയർ ഡേറ്റ് ചെയ്ത് വരും 30/7/2032. 30/7/2032. ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ നോട്ടീസ് വന്ന കേസിലാണെങ്കിൽ ഇതിൽ വിച്ച് അവർ ഈസ് ലേറ്റർ വരെ ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 30/7/2032 വരെ എന്താക്കണം, ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. മനസ്സിലായോ? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് മനസ്സിലായോ? ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. ഇനി അടുത്ത എന്റെ ചോദ്യം കേസ് ഡിസ്പോസ് ആയത് 30/7/2023 28-ലാണെങ്കിലോ, 30/7/2028 കേസ് ഡിസ്പോസ് ആയതെങ്കിലോ, 30/7/2018 ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇയർ, ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വരെ വരിക, 30/7/2029 വരെ. ഇവിടെ നോക്കിയാൽ ഒന്നുകിൽ 30/7/2029 അല്ലെങ്കിൽ 31/12, വിച്ചവർ ലേറ്റർ അല്ലേ. അപ്പൊ ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്ത് തന്നെ കീപ്പ് ചെയ്യണം, 31/12/2031 വരെ കീപ്പ് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ നോർമലി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടത് ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് ആ ഫിനാൻഷ്യൽ ഇയറിന്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂ ഡേറ്റ് അവിടുന്ന് അങ്ങോട്ട് 72 മാസത്തേക്കാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കേസോ അപ്പീലോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഡിസ്പോസ് ചെയ്ത് 1 ഇയർ കൂടി എന്താക്കണം, നമ്മൾ കീപ്പ് ചെയ്യണം. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണോ? അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ക്ലിയർ ആണോ? പെർഫെക്റ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ നമുക്ക് എന്താക്കാം, ഇപ്പൊ തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ആക്കാം. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് വൈൻഡ് അപ്പ് ആക്കാം. അപ്പൊ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം, ഇന്ന് എടുത്തത് കംപ്ലീറ്റ്ലി നോക്കുക. എന്നിട്ട് ആ ITCയുടെ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി അയച്ചു തന്നിട്ടില്ലേ, ആ ക്വസ്റ്റ്യങ്ങൾ ഒന്നും കൂടി 1 ടൈം നോക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഹോംവർക്ക് എന്താക്കുക, നിങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പൊ നാളത്തെ ക്ലാസ് നാളെ രാവിലെ ആട്ടോ. നാളെ രാവിലെയാണ്. കാരണം ഞാൻ ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാകുമ്പോഴത്തേക്ക് എനിക്ക് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. അപ്പോൾ നാളത്തെ ക്ലാസ് നാളെ രാവിലെയാണ്. നാളെ രാവിലെ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ 9:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ? 9:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നാളെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് പ്ലേസ് ഓഫ് സപ്ലൈയുടെ ചാപ്റ്റർ ഉണ്ടാവും. പ്ലേസ് ഓഫ് സപ്ലൈയുടെ ചാപ്റ്റർ നിങ്ങളൊന്ന് നോക്കിയിട്ട് വരണം. അതിലൊന്നുമില്ല, ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് നോക്കേണ്ടത്, സർവീസിന്റെ കേസിലാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ നാളത്തേക്ക് നോക്കിയിട്ട് വരണം. അതിന് മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവില്ലേ. അപ്പൊ അത് വെച്ചിട്ട് എന്താക്കാം, നിങ്ങൾ നാളത്തേക്ക് നോക്കിയിട്ട് വരാം. ദെൻ നാളെ നമുക്ക് എന്താക്കാം, ആദ്യം നമുക്ക് EVA ബില്ല് കംപ്ലീറ്റ് ആക്കാം. പിന്നെ റിട്ടേണിന്റെ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. പിന്നെ റിട്ടേണിന്റെ ചാപ്റ്ററും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് ബാക്കിയുണ്ട്. ഓക്കെ. അപ്പൊ ഓക്കെ, സെറ്റ് ആക്കുക. നമുക്ക് നാളത്തേക്ക് കാണാം. നാട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് വരണേ, ഡയറക്ട് ടാക്സ് എടുക്കാനുള്ളതായി 76. ഓക്കെ, ഞാൻ വരണം. ഒരു കല്യാണത്തിന്റെ പരിപാടി ഉണ്ട്, സിസ്റ്ററുടെ കല്യാണമാണ്. അപ്പോ ആ കല്യാണം കിട്ടിയാൽ വരാൻ വേണ്ടി കഴിയുള്ളൂ.
അപ്പൊ അത് കഴിഞ്ഞോട്ട് എന്താക്കാം, നമുക്ക് ഡയറക്റ്റ് ടാക്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അപ്പോഴത്തേക്ക് നിങ്ങൾ എന്താക്കണം, ഡയറക്റ്റ് ടാക്സിന്റെ ബാക്കിയുള്ളതൊക്കെ കംപ്ലീറ്റ് ആക്കണം. ഞാൻ റിസ്വാനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റിസ്വാൻ നിങ്ങൾക്ക് ഷെഡ്യൂൾ പോലെ തരും, നിങ്ങൾ ഓൾറെഡി ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഓക്കെ, ഫുഡൊക്കെ കഴിച്ച് പഠിക്കാനിരിക്കുക, സെറ്റ് ആക്കുക. നമുക്ക് നാളെ രാവിലെ 9:30 കാണാം. ഓക്കെ, നമുക്ക് നാളെ എന്താക്കാം, ഈ ആ പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്കുക, എങ്ങനെയാണോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ടത്, എക്സാമിന് നമ്മൾ പേപ്പർ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് എന്താക്കുക, അത് ഒന്ന് നോക്കിയിട്ട് വരാം. ആ ഡൗട്ടൊക്കെ നമുക്ക് നാളെ ക്ലിയർ ആം. ഓക്കെ, നമുക്ക് എക്സാം. ഓക്കെ ഫൈൻ, ഓക്കെ ഫൈൻ, ഓക്കെ. അപ്പോ നാളെ കാണാം കേട്ടോ. ബൈ ബൈ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.